ഇപ്പോൾ വലിയ മഴ അല്ലെങ്കിൽ കാറ്റ്, ചൂട് ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് എല്ലാവരും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക. പൊതുവെ മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ ആ സമയത്ത് മാത്രം സംസാരിക്കുകയും പിന്നീട് അതിനെ പറ്റി ഫോളോ അപ്പ് ഇല്ലാതിരിക്കുകയും മറന്നു പോവുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ മഴ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഒരു അതിതീവ്ര മഴയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സാധാരണ രീതിക്കുള്ള മഴ തന്നെയാണ്. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു ദുരന്തത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കടലോര മേഖലയിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയ സമയത്ത് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അലേർട്ട് സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ള പരാതികളാണ് അവിടുത്തെ സാധാരണക്കാരായ കടൽപ്പണിക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഉള്ളത്. നേരത്തെ അങ്ങനെ ഒരു സംവിധാനം നിലവിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഇവിടെയൊക്കെ നേതൃത്വത്തിൽ അത് ചെയ്തിരുന്നു. അന്ന് എഫക്റ്റീവായിട്ട് ആ സംവിധാനം പ്രവർത്തിച്ചിരുന്നു. ഇപ്പം അത് നടക്കുന്നില്ല. അവർക്ക് വേണ്ട സമയത്ത് കൃത്യമായിട്ട് അലേർട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥാ വകുപ്പിനെ പറ്റി പൊതുവേ ഉള്ളൊരു അഭിപ്രായം പ്രവചനങ്ങൾ കൃത്യമല്ല എന്നുള്ളതാണ്. പക്ഷെ കാലം ഒരുപാട് മാറി അഡ്വാൻസ്ഡ് ആയി. പ്രവചനങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള കൃത്യത നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അത് ആളുകളിലേക്ക് എത്താൻ പറ്റാത്ത, മരണത്തിലേക്കൊക്കെ പോകുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും? എവിടെയാണ് നമുക്ക് പഴയ്ക്കുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം 2017 ഓഖിയിൽ ഉണ്ടായത് അറിയാം. ഓഖിയിൽ അന്നും പറഞ്ഞത് പ്രവചനങ്ങളുടെ കുഴപ്പമായിരുന്നു. അതായത് ഇത് ഡിസിമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. നമ്മള് പ്രവചനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഫിഷർമാനിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന് SOP എന്നോ എന്ത് വേണേലും വിളിച്ചോട്ടെ. പക്ഷെ അത് എത്തുക എന്നുള്ളതാണ് കൃത്യസമയത്ത് തന്നെ. പ്രവചനങ്ങളുടെ ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനങ്ങൾക്ക് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് അതിന്റെ ആക്യുറസിയും, രണ്ട് അതിന്റെ യൂസ്ഫുൾനെസ്സുമാണ്. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രവചനങ്ങൾക്ക് ഒരിക്കലും 100% കൃത്യത കൈവരിക്കില്ല. അതിനൊരു ഇൻഹറന്റ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി ഉണ്ട്. എന്നാലും നമ്മൾ ഒരു 50-50 പ്രോബബിലിറ്റി പറയുന്നതിൽ നിന്നും നമ്മളൊരു 60-70 പ്രോബബിലിറ്റി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. 50-50 എന്ന് പറയുന്നതാണ് നമ്മൾ പണ്ട് പെയ്യാതിരിക്കാനും ഉള്ള സാധ്യത. അതിൽ നിന്ന് മാറി നമുക്കൊരു 70% സാധ്യതയോടുകൂടി മഴ പെയ്യും, അല്ലെങ്കിൽ കാറ്റ് വേഗതയിൽ എത്തും എന്ന് പറയാനുള്ള ഒരു അഡ്വാൻസ്ഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനുണ്ട്. അപ്പം ഓഖി സമയത്ത് എനിക്ക് നേരിട്ടത് അറിയാവുന്നതാണ്. കാരണം ഞാൻ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ MOS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഞങ്ങളൊരു എക്സ്റ്റൻഡഡ് റേഞ്ച് പറഞ്ഞ ഒരു 2 വീക്സ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ മഴയും ഒരുപക്ഷെ മാതൃഭൂമിയിൽ 18 പ്രളയത്തിലൊക്കെ നമ്മൾ 2 വീക്സ് അഡ്വാൻസ് പ്രഡിക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഒരു പ്രഡിക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആദ്യം തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ വർഷം എങ്ങനെ ഇവോൾവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. അപ്പം അത്തരത്തിൽ ഈ എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ചേർന്നിട്ടുള്ള സ്റ്റുഡന്റിന്റെ PhDയുടെ വർക്ക് തന്നെ ഈ സൈക്ലോജെനസിസ് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആണ്. അപ്പൊ ഇതിൽ ഈ ഒരു 2 വീക്ക് ഇൻ അഡ്വാൻസ് നമ്മൾ പ്രോബബിലിറ്റി കൊടുക്കും. ഒരു സൈക്ലോജെനസിസ്, അതായത് സൈക്ലോൺ ഉണ്ടാകാനുള്ള സാധ്യത. അത് യഥാർത്ഥത്തിൽ നവംബർ 27 ഓഖി 27 തൊട്ടാണ് ഓഖിയുടെ തുടക്കമെങ്കിലും ഓഖിയായിട്ട് രൂപം കൊള്ളുന്നത് നവംബർ 29, ഡിസംബർ 30 ആ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ നവംബർ 23 ഞങ്ങൾ കൊടുത്ത ഈ 2 വീക്ക് അഡ്വാൻസ് പ്രഡിക്ഷനിൽ കൃത്യമായിട്ട് ശ്രീലങ്കയുടെ ഭാഗത്ത് കേരള തീരത്തോടെ ചേർന്നും ഒരു സൈക്ലോജെനസിസ് പ്രോബബിലിറ്റി അബോവ് 60 ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രോബബിലിറ്റി, നല്ല ഒരു ജെനസിസ് പൊട്ടൻഷ്യൽ ഇൻഡെക്സ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അതിൽ ലോകവ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം. അത് നമ്മൾ തന്നെ നമ്മുടേതായിട്ട് രീതിയിൽ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ആ ഒരു പ്രഡിക്ഷൻ സിസ്റ്റവും എൻസെമ്പിളും എല്ലാം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. നമ്മൾ ചോദിക്കുന്നതൊന്നും ഈ US മോഡൽസ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു 2-3 വർഷം എടുത്ത് ഇൻഡിജിനസ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു എൻസെമ്പിൾ സിസ്റ്റമാണ്. ഈ പ്രോബബിലിറ്റി പ്രഡിക്ഷനും നമ്മൾ നമ്മുടേതായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ അതില് യഥാർത്ഥത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഇത് IMDക്ക് കൈമാറുന്ന സമയത്ത് ഞങ്ങളുടെ ഇതിൽ 44 മോഡൽസ് എൻസെമ്പിൾസ് റൺ ചെയ്യുന്നത് IMDയിലേക്ക് പോയപ്പോൾ 11 മോഡലായി. അപ്പൊ ഈ ഓഖി വരുന്ന അതേ ആ ഒരു സമയത്താണ് ഇതിൽ കുറെ പ്രശ്നങ്ങൾ വന്നിട്ട് കുറെ എററൊക്കെ വന്ന് നമ്മളതെല്ലാം റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ഓഖിയിൽ ആ ഒരു ഞാൻ ഇപ്പോഴും അത് വെബ്സൈറ്റിൽ കൊടുത്ത ഫോർകാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ഒരു കൃത്യമായിരുന്നു. ഒരു 2 വീക്സ് അഡ്വാൻസ് നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഇതൊരു സീംലെസ് ആണ് പ്രഡിക്ഷൻ വരുന്നത്. ഇപ്പൊ മൺസൂൺ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സീസണിലേക്ക് കൊടുക്കും. എക്സ്റ്റൻഡ് റേഞ്ച് പറഞ്ഞാൽ ഒരു 2 ആഴ്ച തൊട്ട് 1 മാസം വരെയുള്ള ഇത് പ്രഡിക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ച്. അപ്പൊ ഇതിനെ എല്ലാം നമ്മൾ ഈ അലേർട്ട്, ഈ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് ഒക്കെ കൊടുക്കുന്നതുമായിട്ട് ലിങ്ക് ചെയ്തേ നമുക്കിത് പറയാൻ പറ്റും. അപ്പം എക്സ്റ്റൻഡ് റേഞ്ചിൽ ഈ ഒരു സാധ്യത കാണുമ്പോൾ നമ്മൾ അത് കൂടുതൽ അന്നേരം ഫിഷർമാനെ അറിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളതിൽ സിസ്റ്റം അലേർട്ട് ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള ഒരു കഥയും കൂടെ ഞാൻ പറയാം. 2018 തുടക്കത്തിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഇവോൾവ് ചെയ്തപ്പം നമ്മൾ കൊടുത്തതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അപ്പൊ ആ സമയത്ത് ഇതുണ്ടായിരുന്നു. അപ്പം ഷോർട്ട് റേഞ്ചിൽ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ മീഡിയം റേഞ്ചിൽ വരുമ്പോഴത്തേനും 2-3 days ഇൻ അഡ്വാൻസ് ഉള്ള ഒരു പ്രൊഡിക്ഷൻ വരും. അപ്പൊ അതിന് കുറച്ചുകൂടെ കൃത്യതയുണ്ട്, കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. 7 ദിവസം അല്ലെ 2 വീക്ക് അഡ്വാൻസ് ഇത് കാണിക്കുന്നു. പിന്നെ ഒരു 3 ദിവസം മുമ്പേയും ഇതേ പ്രോബബിലിറ്റി, ഇതിനേക്കാളും കൂടുതൽ ചാൻസോടുകൂടി, വ്യക്തതയോടുകൂടി അതിൽ കാണിക്കുന്നു. അത് IMD കൊടുക്കുന്ന ഒരു ഷോർട്ട് റേഞ്ച് പ്രൊഡിക്ഷനിലാണ്. അവരും ഒരു വേറൊരു തരത്തിലുള്ള ഈ സൈക്ലോജനസിസ് പ്രോബബിലിറ്റി ഇൻഡെക്സ് ആണ് കൊടുക്കുന്നത്, ജനസിസ് പൊട്ടൻഷ്യൽ ഇൻഡെക്സ്. അതും കൃത്യമായിട്ട് ആ ഇമേജ് എൻ്റെ ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫോർഗെറ്റ് അബൌട്ട് ദി ഡിസ്റ്റന്റ് വാട്ടർ ഫിഷിംഗ് കമ്മ്യൂണിറ്റി. അപ്പൊ നമുക്കൊരു ഡിഫറെന്റ് പാറ്റേൺ ഉണ്ട് നമ്മുടെ ഫിഷിംഗ് ആക്ടിവിറ്റി. ചിലര് രാവിലെ പോവും, വൈകിട്ട് വരും. ചിലർ രാത്രി പോയിട്ട് രാവിലെ വരും. ചിലര് ഒരു 5 ദിവസം പോവും. ചിലരാണെങ്കിൽ ആഴ്ചകളോടും മാസങ്ങളോടും പോയി ഡിഗോ കാർഷിക ഒമാൻ തീരം വരെ പോകുന്ന ഫിഷേഴ്സ് ഉണ്ട്. അതൊരു വലിയ ട്രോളേഴ്സിലാണ്. പക്ഷെ അതേ നമ്മുടെ ഇൻഡിജിനസ്, നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഒരു ചെറുകിട ഒരു 20-30 നോട്ടിക്കൽ മൈലിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഫിഷിംഗ് ചെയ്യുന്നത്. അവരുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അവർ രാവിലെ പോകുന്നു, വൈകുന്നേരം വരെ, അല്ലെങ്കിൽ രാത്രി ഇറങ്ങുന്നു, 2 ഷിഫ്റ്റ് ആയിട്ട്. അത് അവരുടെ രീതിയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ ഓഖി വന്ന 30-ാം തീയതി രാവിലെയും 29-ാം തീയതി രാത്രിയിലും ഈ ഫിഷേഴ്സ് കടലിൽ പോയിട്ടുണ്ട്. അത് അതിന്റെ ഈ ഫിഷിംഗ് വെസൽ ഡേറ്റ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഈ ഓഖി വന്നത് തിരുവനന്തപുരം ടച്ച് ചെയ്ത് ഇങ്ങനെ ഗുജറാത്തിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഓഖി കേരളത്തിൽ വന്ന് അടിച്ചിട്ടില്ല. അപ്പൊ ഈ പാത്തിലാണ് ഇവരുടെ നോർമൽ ഫിഷിംഗ് സോൺ എന്ന് പറയുന്നത്. തീരത്തോടടുത്ത് കയറിയിട്ടില്ല, തീരത്തോടടുത്ത് അതേ പാതയിൽ കൂടാണ് ഈ ഓഖിയും കടന്നുപോയത്. അപ്പൊ റിയലി അൺഫോർച്ചുനേറ്റ് ആണ്. അത് മാറിയൊക്കെ പോയിരുന്നെങ്കിൽ അന്നേരം അത്രയും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ ഇത് കറക്റ്റ് അവര് ഫിഷിങ്ങിന് പോകുന്ന ആ ഒരു ഏരിയയിലാണ് ഈ ഓഖിയുടെ പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ 29-നും 30-നും ഒക്കെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇതിനകത്തേക്ക് ചെന്ന് ചാടി കൊടുക്കുകയാണ്. അറിയാതെ ചെന്ന് ഈ ഒരു വലിയ സിസ്റ്റമാണ് വരുന്നതെന്ന് അറിയാതെ അതിനുള്ളിലേക്ക് ചെന്ന് ചാടി കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമുക്കൊരു 100-400 ആൾക്കാർ മരണവും അതോടൊപ്പം തന്നെ കാണാതെ ഇപ്പോഴും കിട്ടാനുണ്ടല്ലോ, കാണാതായ കിട്ടാനുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കൃത്യത ഇത്രയും ഇൻഫർമേഷൻ എന്നിട്ട് പോലും IMD 28 തൊട്ട് ഇതൊരു ഡീപ്പ് ഡിപ്രഷൻ ആകാനുള്ള സാധ്യത പറയുന്നുണ്ട്. IMD 29-നും പറയുന്നുണ്ട്. ഡീപ്പ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് ഒരു 60 കിലോമീറ്റർ വേഗത വരെ എത്താവുന്നതാണ് ഡീപ്പ് ഡിപ്രഷൻ. അതിന്റെ തൊട്ടടുത്താണ് ഡീപ്പ് ഡിപ്രഷൻ കഴിഞ്ഞാൽ 63 കിലോമീറ്റർ പെർ വേഗതയിൽ എത്തുമ്പോഴത്തേന് അതിനെ സൈക്ലോൺ എന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ ഡീപ്പ് ഡിപ്രഷനിലെ ഡിപ്രഷൻ പോലും നമ്മുടെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഡേഞ്ചറാണ്. ഡിപ്രഷൻ വന്ന് SOP എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഡിപ്രഷൻ വന്നാൽ തന്നെ നോട്ട് വെഞ്ചർ ഇൻ ടു സീ എന്ന് പറയുന്ന മെസ്സേജ് പോകേണ്ടതാണ്. അപ്പൊ SOP ഒക്കെ പറഞ്ഞാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. SOP അനുസരിച്ച് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പോലും, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ പെർ അവർ കാറ്റ് വീശ ആ സൈക്ലോണിക് സിസ്റ്റത്തിന്റെ. യഥാർത്ഥത്തിൽ 40-ന് മേളിൽ കാറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വള്ളത്തിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ നോട്ട് വെഞ്ചർ ഇൻ ടു സീ എന്ന് പറയുന്ന ഒരു സൈക്ലോൺ വരുവോ വരാതിരിക്കുവോ, യഥാർത്ഥത്തിൽ അപ്പം തന്നെ കൊടുക്കേണ്ട ഒരു അലേർട്ടാണ് NVIS നോട്ട് വെഞ്ചർ ഇൻ ടു സീ എന്ന് പറയുന്നത്. ആ അലേർട്ട് IMDയുടെ ഫോർകാസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. എനിക്കറിയാൻ കഴിഞ്ഞത് IMD ഇത് ന്യൂഡൽഹിയിൽ നിന്ന് ഫാക്സിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലേക്ക്. പക്ഷെ സെക്രട്ടേറിയറ്റിൽ അവർ പറയുന്നത് അവർ വേറെ ഏതോ ഒരു ഫാക്സ് നമ്പറിൽ അത് ചെന്നേ സെക്രട്ടേറിയറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതൊക്കെ എന്താണ് സംഭവം. അപ്പം സൈക്ലോൺ പ്രൊഡിക്ഷൻ നടന്നില്ലേ പോലും ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു ഡീപ് ഡിപ്രഷൻ ആയിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് സൈക്ലോൺ. അത് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഇതൊരു ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ്. ചിലപ്പം ഡിപ്രഷൻ കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലെവല് പ്രതീക്ഷിക്കാണല്ലോ. അപ്പൊ ഈ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ കൊടുക്കേണ്ട അലേർട്ട് പോലും, ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് പോലും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എത്തിയില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാധ്യത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കറിയാം, അവർക്കൊരു സീ നോളജ് ഉണ്ട്. അവർ ഓൾറെഡി പറയുന്നുണ്ട് കാറ്റും കോളും പടിഞ്ഞാറും വരുന്നത് ഡേഞ്ചറസ് ആണ്. പക്ഷെ ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ
അവരൊരിക്കലും പോകില്ലായിരുന്നു. കുറച്ചാളേലും. ഇന്നലെ ഒരു മത്സ്യത്തൊഴിലാളിയായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറയുന്നുണ്ട്, ഒരു 15 നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന സമയത്ത് കാറ്റ് വീശെന്ന് പറഞ്ഞാൽ അതുവരെ പണി പ്ലാൻ ചെയ്യാനുള്ള സംഭവം അവർക്കുണ്ട്. അതിന് മുമ്പ് തിരിച്ചു പോരും. അത് കൃത്യമായ അലേർട്ട് കിട്ടിയാൽ നമ്മൾ പോവില്ല, അങ്ങനെ പറയുന്നുണ്ട്. അവര് അലേർട്ട്, അതിലേക്ക് നമുക്ക് വരാം. അതെങ്ങനെ അപ്പൊ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യത, ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എത്തേണ്ട സമയത്ത് എത്തേണ്ട ആൾക്കാരിൽ എത്തിയില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഫോർകാസ്റ്റ്, ഈവൻ 100% ആക്യുറസി ഉള്ള ഒരു ഫോർകാസ്റ്റ് പോലും എത്തേണ്ട ആൾക്കാരിൽ എത്തേണ്ട സമയത്ത് എത്തിയില്ലെങ്കിൽ ഒരു കാര്യമില്ല, ബാഡ് ഫോർകാസ്റ്റ് ആയി. എന്നാൽ 60% കൃത്യതയുള്ള ഫോർകാസ്റ്റ് നല്ലപോലെ യൂസ് ചെയ്ത് എത്തേണ്ട രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു നല്ല യൂസ്ഫുൾ ഫോർകാസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഫോർകാസ്റ്റ് ആക്യുറസിയും വാല്യൂയും അല്ലെങ്കിൽ അതിന്റെ യൂസ്ഫുൾനെസ്സും രണ്ടും രണ്ടാണ്. അപ്പൊ നമുക്കൊരു 60% ആക്യുറസി ഉള്ള ഫോർകാസ്റ്റ് പോലും വലിയ യൂസ്ഫുൾ ആക്കി മാറ്റാം. ഇത്രയും നഷ്ടം ഉണ്ടാകുന്ന നമുക്ക് കുറയ്ക്കാം, ജീവൻ രക്ഷിക്കാം. അപ്പൊ അത് സംഭവിച്ചില്ല. അപ്പം ഇങ്ങനത്തെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നമുക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. കാരണം ഈ ഒരു സംഭവം വരുന്നെന്ന് നമുക്ക് അറിയാവുന്നിട്ട് പോലും നമുക്കത് 300 ആൾക്കാരെ പോലും രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വലിയ മനപ്രയാസത്തിന്റെ പേരിലാണ് നമ്മളിത് സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ലെവലിൽ എന്തെങ്കിലുമൊക്കെ മെക്കാനിസത്തിലൂടെ ഇത് ഡിസിമിനേറ്റ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും കുറച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും ഒക്കെ ഉൾപ്പെടുത്തി ഈ ഇൻഫർമേഷൻ അറ്റ്ലീസ്റ്റ് പോട്ടൊന്നും പാസ് ചെയ്തിട്ടുള്ളൂ എന്ന് ചൊല്ലി. അപ്പൊ അങ്ങനെയാണ് 2018 അതിൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, ചാൾസിനെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത് ചെറിയൊരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ അതിൽ അങ്ങനെയാണ് 2018 ലുബാൻ എന്ന് പറയുന്ന ഒരു സൈക്ലോൺ ഉണ്ടായി. ആ സൈക്ലോൺ ഉണ്ടായത് 2 ആഴ്ച മുമ്പേ തന്നെ ഇതുപോലത്തെ ഞങ്ങളുടെ പ്രൊഡിക്ഷനിൽ 2 ആഴ്ച മുമ്പേ ഇതിന്റെ സിഗ്നേച്ചർ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ലുബാൻ ഉണ്ടാവും, 2 ആഴ്ചക്ക് കഴിയുമ്പോഴത്തേനും സൗത്ത് അറേബ്യൻ സീയുടെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ലക്ഷദ്വീപിന് അടുത്ത് ഇത് ഇന്റൻസിഫൈ ചെയ്ത് ലുബാനായിട്ട് മാറുമെന്ന്. അപ്പൊ ഈ ഇൻഫർമേഷൻ ആരോ ഈ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് പാസ് ചെയ്തു. അങ്ങനെ ഒത്തിരി ഫിഷേഴ്സിന് ഈ ഇൻഫർമേഷൻ എത്തി. പലരും, കുറെ ആൾക്കാർ ചാൾസിന്റെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ട ഈ എറണാകുളത്തു നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി തന്നെ കടലിൽ പോയിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു ഇതിലേക്കാണ് ശരിയാവുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവർ ആ സമയത്ത് ഒമാൻ തീരത്താണ് പോയി കയറിയത്. ബാക്കി കുറെ പേര് ഇതുപോലെ ഗോവയിലും മഹാരാഷ്ട്രയിലുമായിട്ട് ഈ പാത്തിൽ നിന്നും മാറിപ്പോയി. അതിൽ ആരും മരിച്ചില്ല. പക്ഷെ എനിക്ക് അതിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഗ്രൂപ്പിൽ മാത്രമേ ഇട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഫിഷേഴ്സ് ഇങ്ങനെ കൈമാറി അവർക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടി. അത് നമ്മുടെ ഏജൻസികൾക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അതിൽ ഇത് വന്നു. അപ്പൊ അതോടുകൂടിയാണ് ഞാൻ ഏജൻസികൾക്ക്, കാരണം നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടെ നിൽക്കണ്ട, അപ്രീഷിയേഷനും വേണ്ട, പക്ഷെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കണം. അപ്പൊ അങ്ങനെ ഞാൻ അതുകൊണ്ട് ഏജൻസികൾ ആയിട്ടുള്ള ഒരു ഇത് നിർത്തി. പക്ഷെ എന്നാൽ ചാൾസും ഒക്കെ പിന്നീട് അതിനെപ്പറ്റി പലരും പറഞ്ഞു, ഒറ്റ ആൾക്കാരും അതുമായിട്ട് എൻകൗണ്ടർ ചെയ്തില്ല, എല്ലാവരും മാറിപ്പോയി. അങ്ങനെ അതിൽ പ്രശ്നമൊന്നുമില്ലാതെ ദിവസമായി. അപ്പൊ ഇതാണ് പറയുന്നത്, ഇപ്പൊ ചെറിയ സാധനം പോലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിനുശേഷം ഗവൺമെന്റ് ലെവലിൽ ഈ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ ഡിസിമിനേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ഫോർകാസ്റ്റിന്റെ ഒരു വലിയൊരു ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഈ ഫോർകാസ്റ്റ് ഓരോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫിഷർമാൻ എത്തേണ്ട രീതിയിൽ എത്തണം, ഈ ഫാർമേഴ്സിന് പോകേണ്ട രീതിയിൽ എത്തണം. അപ്പൊ അതിന്റെ ഒരു കസ്റ്റമൈസേഷനും അല്ലെങ്കിൽ ഒരു ലോക്കലൈസേഷനും വരണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഫിഷിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നോട്ട് വെഞ്ചർ ഇൻ ടു സീ എന്ന് പറയുന്ന ഒരു വാണിംഗ് പോയി കഴിഞ്ഞാൽ എൻ്റയർ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിലാണ് അത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 20 നോട്ടിക്കൽ മൈലിനുള്ളിൽ നിന്ന് ഫിഷിംഗ് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അതൊരു വലിയ പ്രശ്നം വരുന്നില്ല. ഏറ്റവും കൂടുതൽ വിൻ സ്പീഡ് അതിന് വെളിയിലായിരിക്കും. അപ്പൊ ഇവർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഈ വാണിംഗ് ഉണ്ടെങ്കിലും ഇവർ പോയി സേഫായിട്ട് ഫിഷ് ചെയ്ത് തിരിച്ചു വരുവാണ്. അപ്പൊ അങ്ങനെ ഒരു കോ പ്രൊഡക്ഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഇൻഡിജിനസ് ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള അറിവും കടലറിവും അതോടൊപ്പം തന്നെ നമ്മുടെ സയന്റിഫിക് നോളജൂടെ മെർജ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഡിസിമിനേഷൻ അവർക്ക് ഈ സ്റ്റേക്ക് ഹോൾഡർ, നമ്മുടെ സയന്റിസ്റ്റിന് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഈ ഫോർകാസ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഭാഷാപരമായിട്ടും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്ന യൂസ്ഫുൾ ആകുന്ന രീതിയിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്താലേ കാര്യമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിന്ന് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോജക്റ്റ് ഫിലിപ്പോ ഒസല എന്ന് പറയുന്ന ഒരു പ്രൊഫസറിന്റെ കീഴിൽ നമുക്കൊരു പ്രോജക്റ്റ് കിട്ടി. അതിൽ സോഷ്യൽ സയന്റിസ്റ്റുകളുണ്ട്,
ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്നുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഫിഷേഴ്സ് തന്നെ ഉണ്ട്, അതിൽ പാർട്ടാണ്. കാരണം ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അത് എന്താ അതിന്റെ യൂസ്ഫുൾനെസ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായി, നമ്മളൊരു ഫോർകാസ്റ്റ് കൊടുക്കുക, അവർ ഉപയോഗിച്ചോ ഉപയോഗിക്കാതില്ലയോ, അതിൽ എത്രത്തോളം പ്രയോജനം ചെയ്തു, ഇങ്ങനൊരു ഫീഡ്ബാക്ക് ഇല്ലെന്നുള്ളതാണ്. അത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കൊടുക്കുന്നു, പക്ഷെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിനെ എങ്ങനെയാണ് റിസീവ് ചെയ്തത് അല്ലെങ്കിൽ കൺസീവ് ചെയ്തത്, അതിനനുസരിച്ച് അവരുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് കിട്ടിയാലേ അതിനെ ഫർദർ നമുക്ക് അവർക്ക് വേണ്ടി ആവശ്യമുള്ള രീതിയിലേക്ക് ഇംപ്രൂവ്മെന്റ് തന്നെ അല്ല, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ആവശ്യമനുസരിച്ച് മാറ്റാൻ പറ്റും. യഥാർത്ഥത്തിൽ അവർക്കൊക്കെ ആവശ്യമുള്ള തരത്തിലുള്ള ഫോർകാസ്റ്റുകൾ ഇൻകോയ്സും IMDയും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ MOSന്റെ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ IITM ഉൾപ്പെടെ യഥാർത്ഥത്തിൽ നൽകുന്നുണ്ട്. പക്ഷെ ഒരു ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ഫോർമാറ്റിലേക്ക് മാറ്റി അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഡിസിമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ലാക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ സയന്റിസ്റ്റുകളും കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റുകൾ, ഒരുപക്ഷെ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു സിന്ധു ഒക്കെ ഇതിൽ സിന്ധു ആണ് ഞങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇപ്പം അമേരിക്കയില്. അപ്പം അതിൽ തന്നെ കുമാർ എന്നൊക്കെ പറഞ്ഞ ഇപ്പം PhD ഒക്കെ കഴിഞ്ഞ ഒത്തിരി സ്റ്റുഡൻസിനെ നമ്മൾ എക്വിപ്പ് ചെയ്ത് അവരെ പഠിപ്പിച്ചു. ആ ഒരു പ്രോജക്റ്റിൽ യഥാർത്ഥത്തിൽ കാശ് മാത്രമല്ലായിരുന്നു, അതിൽ ഫണ്ടൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ ശനിയും ഞായറും ഒരു പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ ഇവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവരെ ഈ ഫോർകാസ്റ്റ്, നമ്മൾ ഒരു ഫോർകാസ്റ്റ് അവരെ അടിച്ചേൽപ്പിക്കുകയല്ല, അവരുടെയും കൂടെ പങ്കാളിത്തത്തോടു കൂടി നമ്മളൊരു ഇമേജ് കണ്ട ഒരു കളർ, ഇപ്പൊ നമ്മൾ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഫോർകാസ്റ്റിനകത്തില് കളേഴ്സ് ഉണ്ട്, ഈ യെല്ലോ, ഓറഞ്ച്, റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നൊക്കെ പറയാം. ഇത് ഇവരെ സംബന്ധിച്ച് ഇത് നമ്മളിവിടെ മഴയാണ് എന്നെങ്കിൽ മറ്റിടത്ത് വിൻഡാണ് പ്രശ്നം, കാറ്റാണ് പ്രശ്നം. അപ്പൊ ഈ ഓരോ കളർ കോഡിനും ഓരോ ത്രഷോൾഡ് വെച്ചിട്ടുള്ള ഓരോ പരിധിയിലുള്ള, ഇപ്പം ഗ്രീൻ കളർ ആണെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള കാമായിട്ടുള്ള വിൻഡ്, ഗ്രീൻ മീൻസ് യെല്ലോ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ, ഓറഞ്ച് ഒക്കെ വരുമ്പോഴത്തേനും നമ്മളിപ്പോഴും പറഞ്ഞ പോലെ കാറ്റ് ഒരു 30-40 km/h. അപ്പൊ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഇതാണ്. 40 മേളിൽ പോയി കഴിഞ്ഞാൽ റെഡ്. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവരെ പഠിപ്പിച്ച്, ഞങ്ങൾ ഫോർകാസ്റ്റ് അവരെ ഇമ്പോസ് ചെയ്യുന്നില്ല, ഈ കളർ കണ്ടിട്ട് അവർ തന്നെ മനസ്സിലാക്കും, ഓക്കെ ഈ റീജിയനിൽ ഇത്ര കാറ്റായിരിക്കും, അവിടെ പോയാലാണ് കാറ്റ് കുറവ്. അപ്പൊ അവർക്ക് അതിനോടുള്ള ഒരു എന്താ പറയുന്നത്, നമ്മള് ഇവരെ അതുവരെ യൂസ് ചെയ്തിരുന്ന വിൻഡി പോലുള്ള IMDയുടെയും ഇൻകോയ്സിന്റെയും ഫോർകാസ്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും അവർ കാണാതെ വിൻഡി പോലുള്ള ആപ്പുകൾ എടുത്താണ് ഇവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതും അത്ര ആക്യുറസി ഒന്നുമില്ല, വിൻഡിയിലും അത്ര ആക്യുറസി ഒന്നുമില്ല, IMDയെക്കാളും ആക്യുറസി കുറവാണ്. എന്നിട്ട് പോലും അവരാണ് അതാണ് അവർ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും അവർ ആപ്പിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പോലെ നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ഫോർകാസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ചാനൽ വളരെ പ്രധാനപ്പെട്ടത്. പരമ്പരാഗത മത്സ്യങ്ങളിൽ ചിലർക്ക് ഫോൺ ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് വേണം, ചിലർക്ക് ഫോണേ യൂസ് ചെയ്യത്തില്ല, അപ്പൊ റേഡിയോ. അപ്പൊ ഞങ്ങളൊരു ഡിസിമിനേഷൻ ചാനലായിട്ട് നമ്മൾ യൂസ് ചെയ്തത് റേഡിയോ ആണ്. അപ്പൊ അതിന് റേഡിയോ മൺസൂൺ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിലാണ് സിന്ധു ഒക്കെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു റേഡിയോ പ്രോഗ്രാമിലൂടെ ഡിസിമിനേറ്റ് ചെയ്ത്. പിന്നെ വോയിസ് മെസ്സേജ് ഉണ്ട്, വോയിസ് മെസ്സേജ് കോൾ ബാക്ക് സ്കീമുണ്ട്, വോയിസ് മെസ്സേജ് ഉണ്ട്, വാട്സപ്പില് ടെക്സ്റ്റ് ആയിട്ടുണ്ട്, ഇമേജ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അവരുടെ ഫിഷിംഗ് വില്ലേജുകളിൽ സ്ക്രീൻ വെച്ചിട്ടുണ്ട്, ഈ ഇമേജുകൾ നമ്മൾ അതിൽ ഡിസ്പ്ലേ ചെയ്യും, ടെക്സ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല ചാനലിലൂടെ എല്ലാ ചാനലിലൂടെയും നമ്മൾ ഇൻഫർമേഷൻ. ചില ആൾക്കാർക്ക് ചെറിയ ഫോണായിരിക്കും, ചില വോയിസ് മാത്രമേ, ടെക്സ്റ്റ് വായിക്കാൻ അറിയാൻ വയ്യാത്തവർ വരെ ഉണ്ട് അതിൽ. അപ്പൊ വോയിസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം ചാനലിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസിമിനേറ്റ് ചെയ്യാം, അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ കസ്റ്റമേഴ്സിനെ, ഫോർകാസ്റ്റിനെ അവർക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതില് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഇതിൽ വർക്ക് ചെയ്ത ഭൂരിഭാഗം സ്റ്റുഡൻസും ഇന്ന് PhD പുറത്തും ഒക്കെ MS-ഉം ഒക്കെ ചെയ്യാൻ പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിനെയും കൂടെ നമുക്ക് എക്വിപ്പ് ചെയ്യാൻ സാധിച്ചു. അത് ഭയങ്കര അക്സെപ്റ്റഡ് ആയിരുന്നു. കാരണം ഈ ഇപ്പൊ മരിനാട് വിഴിഞ്ഞം അങ്ങ് കഴകുളം അങ്ങ് തെക്ക് വരെ ഉള്ള, അഞ്ചങ് വരെ ഉള്ള, കഴകുളം വരെ ഉള്ള
ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ചെയ്തത്. ഇതിൽ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് എടുത്താൽ തന്നെ വിഴിഞ്ഞത്ത് പോയാൽ തന്നെ നോർത്തിലുള്ള ഒരു ഫിഷിംഗ് ഒരു രീതിയല്ല സൗത്തിലുള്ളത്. അത് കുറെ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളല്ല, ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന ഒരു രീതികളുണ്ട് പരമ്പരാഗതമായിട്ട്. ഇതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് അവിടെ നമ്മളത് ചെയ്തത്. അത് വളരെ ഫിഷേഴ്സ് ഗുണകരമായിരുന്നു. ലാസ്റ്റ് ആ പ്രോജക്റ്റ് തീർന്നപ്പോൾ നമുക്കിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വലിയ തോതിൽ ഫിഷേഴ്സിന്റെ ഭാഗത്തുനിന്ന്, ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെ നമ്മുടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അത് നടന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ രീതിയിൽ അത് നിന്നിട്ട് ഇപ്പൊ 2022-23 വരെ ഞാനത് റൺ ചെയ്തു. പിന്നെ കുറച്ച് നാളുകൂടെ നമുക്ക് ഫണ്ട് ഇല്ലാതെ തന്നെ നമ്മള് കുറെ നാള് അത് കൊണ്ടുപോയി. പിന്നെ ഇതിനൊക്കെ മാൻ പവർ ആവശ്യമാണല്ലോ, പിന്നെ റിസോഴ്സും ആവശ്യമാണ്, ലിമിറ്റഡ് ആയിട്ടുള്ളതും ആവശ്യമുള്ളൂ. അത് പക്ഷെ അത് എന്തോ ഇനിയും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മള് ഏജൻസിയെ മാറ്റി നിർത്തുന്നില്ല. നമ്മൾ ഇൻകോയ്സിന്റെയും IMTയുടെയും ഫോർകാസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരെയും അക്നോളജ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു കൂട്ടായ, അതായത് ഇത് ഒറ്റ ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ചെയ്യാവുന്ന കാര്യമല്ല. കാരണം ഇത് സക്സസ് ആകണമെങ്കിൽ പങ്കാളിത്തം വേണം. ഫിഷേഴ്സിന്, അതായത് ഫോർകാസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇപ്പോഴത്തെ മേളിൽ നിന്ന് ഒരു ഫോർ ദ പീപ്പിൾ എന്നാണ്, ഫോർകാസ്റ്റ് ഫോർ ദ പീപ്പിൾ. പക്ഷെ അത് മാറിയിട്ട് ഫോർകാസ്റ്റിംഗ് വിത്ത് ദ പീപ്പിൾ. ഞങ്ങളുടെ ആ പ്രോജക്റ്റിന്റെ പേര് തന്നെ ഫോർകാസ്റ്റിംഗ് വിത്ത് ഫിഷേഴ്സ് എന്നാണ്. സോ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് പ്രോസസ്. ദേ വിൽ ഗീവ് ദ ഫീഡ്ബാക്ക്. അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇത്, വിൻഡ് അവിടെ പോകുന്നു, അവിടെ പോയപ്പോ സാറ് പറഞ്ഞ അത്രയും കാറ്റ് അന്ന് കിട്ടിയില്ല, അല്ലെ അതിനേക്കാളും കുറച്ച് കൂടുതലാണ്. അതൊരു ഡേറ്റയാണ്, ഇൻഫർമേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം നമുക്ക് ഇതിലുണ്ടായിരുന്നു. അപ്പൊ ഇത് അതിൽ തന്നെ IMT ഇൻകോയ്സും എല്ലാം ചേർത്ത് ഞങ്ങൾ 2-3 പബ്ലിക്കേഷൻസ് അതില് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലും 1-2 ആൾക്കാർ ഈ വിചാരിച്ചാൽ തന്നെ ഇതിനെയൊക്കെ പൊളിച്ചു കളയാൻ പറ്റുള്ളൂ. അപ്പം അതങ്ങനെ ഫണ്ടിങ്ങിന്റെ പ്രശ്നം കൊണ്ട്. പക്ഷെ എന്നാലും ഗവൺമെന്റിലൊക്കെ പോയി അവർ കുറെ ട്രൈ ചെയ്തു ഫിഷേഴ്സ്. പക്ഷെ അതൊന്നും അങ്ങോട്ട്. അപ്പൊ നമുക്ക് വേണ്ടതാണ് പങ്കാളിത്തമായിട്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് SOPയുടെ കാര്യവും അല്ലെങ്കിൽ ഈ ദുരന്തം അനുഭവിക്കാൻ സാധ്യതയുള്ള സമൂഹങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പങ്കാളിത്ത ദുരന്ത നിവാരണ നയത്തിന്റെ ഒക്കെ പ്രസക്തി അവിടെയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അത്രയും മരണങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇതാണ് നമ്മൾ അന്ന് തൊട്ടേ പറയുന്നത്. ഇതിപ്പോ നമ്മള് ഈ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആ റീജിയണിലെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന ആളുകൾക്കും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ ഹ്യൂമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. കൃഷി ചെയ്യുന്ന ആളുകളുമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വെതർകാസ്റ്റ് കൊടുക്കുന്ന രീതികളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്? അവരുടെ ആവശ്യമല്ലല്ലോ ഇവരുടെ ആവശ്യം. ലാൻഡിലേക്ക് വരുമ്പം ഓഷ്യൻ മറൈൻ വെതർ സർവീസും അല്ലെ കോസ്റ്റൽ വെതർ സർവീസും ലാൻഡ് വെതർ സർവീസും എൻ്റർലി ഡിഫറെന്റ് ആണ്. ഇവിടെ ആൾക്കാർക്ക് ആവശ്യമുള്ളതായിരിക്കത്തില്ല അവിടെ ആവശ്യം. അവിടെ വരുമ്പോഴത്തേന് ഈ കാറ്റ് മാറിയിട്ട് മഴയാണ് കൂടുതലും, അല്ലെ മഴയും ചൂടുമാണ് കൂടുതൽ. അപ്പം ആ തരത്തിലേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തു. ഇവിടെയും ഈ അപ്രോച്ച് സിമിലർ ആണ്. നമ്മൾ 5 ദിവസം മുന്നേ ഉള്ള ഫോർകാസ്റ്റ്, 2-3 ദിവസം മുന്നേ ഉള്ള ഫോർകാസ്റ്റ്, പിന്നെ 1 ദിവസം മുന്നേ ഉള്ള ഫോർകാസ്റ്റ്. അപ്പൊ അങ്ങനെ ഈ ഒരു സീംലെസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കസ്റ്റമൈസേഷൻ അവർക്ക് ആവശ്യമുള്ള രീതിയിലാണ്. അവിടെ നമ്മൾ ഒരു 5x5 കിലോമീറ്റർ ഗ്രിഡിൽ ആണ് ഇതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു. അതാണോ അതിന്റെ ഏറ്റവും ചെറിയ അത്രേ നമുക്ക് പറ്റത്തുള്ളൂ. ഇന്നത്തെ ഈ ഒരു ഡേറ്റയുടെയും ഒക്കെ ഉള്ള ഇത് വെച്ചിട്ട് നമ്മൾ 1 കിലോമീറ്ററിലും കൊടുക്കാം. പക്ഷെ അത് കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഇങ്ങനെ കൊടുത്താൽ തന്നെ ഈ ഗ്രിഡിൽ പെയ്യേണ്ട മഴ പക്ഷെ റിയലൈസ് ചെയ്യുന്നത് അടുത്ത ഗ്രിഡിലായിരിക്കും. അപ്പൊ നമ്മള് 1 കിലോമീറ്ററിലേക്ക് ചുരുക്കിയാലും എറർ കൂടുന്നല്ലാതെ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനം കിട്ടത്തില്ല. നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് ഒരു ആക്യുറസി ഒന്നും കണ്ടമാനം അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യത്തില്ല. അപ്പൊ ഇതിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന. അതെ. അപ്പൊ നമ്മൾ പ്രവചിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുന്നത്. അപ്പൊ അതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തൊരു ആക്ഷനബിൾ ആയിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയാണ് 2019 ഹ്യൂം സെന്ററിൽ ആവശ്യപ്പെട്ടിട്ട് നമ്മളിങ്ങനെ ഇതിലും നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഡേറ്റ എല്ലാം IMD വരുന്ന ഡേറ്റയും പിന്നെ ഓപ്പൺ സോഴ്സിൽ നമുക്ക് കിട്ടുന്ന കാശ് കൊടുത്തൊന്നും നമ്മൾ ഡേറ്റ ഒന്നും വാങ്ങിക്കുന്നില്ല. നമ്മൾ ഓപ്പൺ സോഴ്സിലും IMDയിലും ഒക്കെ വരുന്ന ഡേറ്റ എടുത്തിട്ടാണ് നമ്മളൊരു വാല്യൂ അഡീഷൻ കൊടുക്കുകയാണ് ഫോർകാസ്റ്റ്. എന്നിട്ട് ഇന്റർപ്രിട്ടേഷനും ലോക്കലൈസേഷനും IMDയുടെ ഒക്കെ ഒരു ജില്ലാ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഒരു
10 കിലോമീറ്റർ റേഞ്ച് 10x10 കിലോമീറ്റർ റേഞ്ചിലും ഒക്കെയാണ് വരുന്നത്. ഇപ്പം റെസൊല്യൂഷൻ കൂട്ടി വരുന്നുണ്ട്. പക്ഷെ എന്നാലും റെസൊല്യൂഷൻ കൂട്ടി, ഞാൻ പറഞ്ഞല്ലോ, റെസൊല്യൂഷൻ കൂടി ഓരോ മോഡൽസിനും അതിൻ്റെതായിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ബയസും എറേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പലതല മോഡൽസ് എടുക്കും, എന്നിട്ട് അതിൽ ബെസ്റ്റ് കോമ്പിനേഷൻ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും ഡേറ്റ യൂസ് ചെയ്തത്. ഈവൻ ഓപ്പൺ സോഴ്സിലുള്ള വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ പാർട്ടായിട്ടുള്ള ECMWF-ന്റെയും അമേരിക്കയിൽ നിന്നുള്ള എൻസെറ്റിന്റെ അവർക്ക് കുറെ ഓപ്പൺ സോഴ്സ് ഡേറ്റ ആയിരുന്നു. അതാണ് ഇതില് ഡേറ്റ മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സേവ് ലൈഫ് എന്നല്ല. അപ്പൊ അത് WMO പറഞ്ഞിട്ടുള്ളതാണ്, ഏർലി വാർണിംഗ് ഫോർ ഓൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഫണ്ട് മൊത്തം കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേന് ചില ഏജൻസികൾ അവരുടേത് മാത്രമായിട്ട് ഡേറ്റ എടുത്ത് വെക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് സാധാരണക്കാർക്ക് ഡേറ്റ, ഏജൻസികളിൽ നിന്ന് ഡേറ്റ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ഡേറ്റ കൊടുക്കും ആൾക്കാർ. അപ്പം ലാൻഡ് ബേസിലേക്ക് വരുമ്പോഴത്തേനും അങ്ങനെയാണ് നമ്മൾ വയനാടിന് വേണ്ടിയിട്ട്, അത് പല കൃഷിക്കാരും അതിൽ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം ഇവർക്ക് വിതയ്ക്കുന്ന സമയത്തുള്ള ഒരു 5 day ഔട്ട്ലുക്ക്, പിന്നെ കൊയ്യാൻ നേരത്ത് മഴ പെയ്ത പ്രശ്നമാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഫോർകാസ്റ്റ് കണ്ട് ഒരു തവണ ഇതുപോലെ തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസേഴ്സ് കമ്പനി അവരിത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സാധാരണ കർഷകർ കുറെ പേര് കൊയ്തു. അപ്പൊ അതിന്റെ അടുത്ത ആഴ്ച അതിന്റെ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ നല്ല മഴ പറയുന്നുണ്ട്. അപ്പൊ ഇവര് ഒന്ന് കൊയ്യുന്നത് ഡിലേ ആക്കി. കൊയ്ത്തുകാര് വെള്ളം കയറി ആ നെല്ല് മൊത്തം പോയി, എവരുടെ സേഫ് ആയിട്ട് അവർ മഴ കഴിഞ്ഞിട്ട് കൊയ്തു. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ മഴ വരുമ്പം പോയി ഫെർട്ടിലൈസേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ മഴയത്ത് അതങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പൊ അവരുടെ ആക്ടിവിറ്റി അവരനുസരിച്ച് ട്യൂൺ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പം അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്തതുപോലെ തന്നെ ഇവരുടെ ആക്ടിവിറ്റീസുമായിട്ട് ഇത് ട്യൂൺ ചെയ്തത്. അതോടൊപ്പം തന്നെ അതിൽ ഉള്ള ഒരു മറ്റടുത്ത് ഫീഡ്ബാക്ക് തരുന്നു എന്നുള്ള വിൻഡിന്റെ ഫീഡ്ബാക്ക് തരുന്ന പോലെ ഈ ഫാർമേഴ്സ് 100-200 പേര് അവരുടെ സ്ഥലത്ത് പെയ്യുന്ന മഴയും കൂടെ അളന്നുകൊണ്ട് എത്രത്തോളം ആണെന്ന് നമുക്കും ഇൻഫർമേഷൻ തിരിച്ചു തരിക. ഈ റെയിൻ ഗേജ് എല്ലാം അളക്കുന്നത് ഫാർമേഴ്സ് ആണ്. എന്നിട്ട് അത് ഫ്യൂം സെന്ററിന്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ വഴി അത് കൈമാറും. എന്നിട്ട് അതും ഈ ഫോർകാസ്റ്റൂടെ ചേർന്നാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുന്ന ഒരു അഡ്വൈസറി നടത്തുന്നത്. അങ്ങനെയാണ് ഇപ്പം ലാൻഡ് സ്ലൈഡ് വരുമ്പം, അപ്പം ചൂരൽമലയല്ല, ഇപ്പൊ 2019 കവലപ്പാറ പെട്ടുമണിക്ക് ശേഷമാണ് നമ്മളിത് തുടങ്ങിയത്. അപ്പം 2020 ഇതേ പ്ലേസിൽ തന്നെ പുഞ്ചിരിമട്ടത്ത് അവിടെ ട്രൈബൽ കോളനി, അതിനപ്പുറം. അപ്പൊ അവിടെ ട്രൈബൽസ് മാത്രമേ ഉള്ളൂ, കുറച്ച് കുടുംബങ്ങൾ. അവിടെ ഈ ഇപ്പം വന്ന് കിടക്കുന്ന ആ വലിയ ബോൾഡേഴ്സ് ഒക്കെ 2020 തന്നെ പൊട്ടി വന്നിട്ടുണ്ട് മേളിൽ. അപ്പൊ ഇത് അന്ന് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ അദീലയായിരുന്നു. അപ്പൊ ഇത് ഞങ്ങളുടെ പ്രഡിക്ഷനിൽ ഇങ്ങനത്തെ വലിയ മഴ, അതിന് മുമ്പിലത്തെ ഈ ഹ്യൂം സെന്ററിന്റെ ഈ ഫാമേഴ്സിന്റെ ഡേറ്റ വെച്ചിട്ട് അതിന് മുമ്പിലത്തെ 10 ദിവസം നല്ല തോതിൽ മഴ പെയ്തിട്ടുണ്ട്, പ്രഡിക്ഷനിൽ നല്ല മഴ വരുന്നു. അപ്പൊ ഇതിനനുസരിച്ച് അവിടുന്ന് ആൾക്കാരെ മാറ്റി. അന്ന് ആൾക്കാരെ മാറ്റിയത് കൊണ്ട് അവിടെ ലാൻഡ് സ്ലൈഡും ഉണ്ടായി, ആൾക്കാരെ മാറ്റി. പക്ഷെ ഇത്രയും സിവിയർ അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടകൈ മേപ്പാടി റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള വൾണറബിൾ സോണാണ്. മനസ്സിലായി. അവിടെ ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ മണ്ണിന്റെ ഘടനയും പാറയുടെ ഘടനയും എല്ലാം കൂടെ ചേരുന്നതാണ്. ആ ഒരു ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. ജോയിന്റ്സും ഈ ഫോൾട്ടും എല്ലാം കൂടെ ചേരുന്ന ഒരു കോംപ്ലക്സ് ടെറൈനാണ്. അതുപോലെ മണ്ണിന്റെ ഈ ഡെപ്ത്, ഈ ഓവർ ബേർഡൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പാറയെന്ന് എത്രത്തോളം മണ്ണ് ഡീപ്പാണോ അത്രത്തോളം സിവിയർ ആയിരിക്കും ഒരു ഉരുൾപൊട്ടലുണ്ടായാലും ഇമ്പാക്ട്. അത്രയും മണ്ണിങ്ങാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യം, അത് വേണേ ലാൻഡ് സ്ലൈഡിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് ലെവൽ പറയാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഫോർകാസ്റ്റ് ഡെവലപ്പ് ചെയ്ത്. അത് അവർക്ക് മാത്രമല്ല, ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാലക്കുടി രവിചാരന്റെ ഒക്കെ ടീംസ് അവര് കിടന്നുറങ്ങുന്നത് പലപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു മഴയുടെ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവരവരുടെ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുന്നത്. അവിടെ പക്ഷെ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ഒരു. അപ്പം ഇത് ഡാമിന്റെ ഒരു ഇമ്പാക്റ്റൂടെ വരുന്നതുകൊണ്ട് അതൊരു ക്രിട്ടിക്കൽ ബേസിനാണ് ചാലക്കുടി ബേസിൻ. പിന്നെ ഈ പറഞ്ഞ പോലെ മീനച്ചിൽ അങ്ങനെയുള്ള പലരും അത്തരം ഡേറ്റ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വയനാടിന് വേണ്ടിയാണ് നമ്മൾ ലാൻഡ് ബേസ്ഡ് ഒരു പൈലറ്റ് ബോർഡ്. അപ്പം ഫിഷേഴ്സിന് വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് പൈലറ്റ് ചെയ്തു, ഫാർമേഴ്സിന് വേണ്ടി നമ്മൾ വയനാട്. ആ സക്സസ് ആയതുകൊണ്ട് ഹ്യൂം സെന്റർ ഇതുകൊണ്ട് പല
ജില്ലകളിലും ഇത് ചെയ്യുന്നു. പ്രവർത്തനം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞത് കേരളം മുഴുവനും കേരളം ഈ മുഴുവൻ രീതിയില് പക്ഷെ എനിക്കത് പറ്റില്ല. ഓക്കെ കാരണം നമ്മൾക്ക് അത് കുറെ നമ്മുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഓക്കെ കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വയനാടിന്റെ വേണ്ടിയുള്ളത് നമ്മൾ ഇപ്പോഴും അവരുമായിട്ട് ചേർന്ന് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്മ്യൂണിറ്റി ലെവലിലുള്ള അവയർനെസ് കൂടാതെ നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് അവയർനെസ് ആൻഡ് റിസ്ക് നോളജ് എന്നാണ്. റിസ്ക് ഇൻഫോംഡ് എയർലി ആക്ഷൻ എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. അപ്പൊ റിസ്ക് അറിയത്തില്ലേ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതിലൂടെ നമ്മൾ വളർത്തിയെടുത്ത ഒരു കൾച്ചർ എന്ന് പറയുന്നത് കേരളത്തിൽ ഉടനീളം ഇപ്പൊ ഇവര് വന്നല്ല. ഇപ്പം ചാലിയാറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻ ട്രാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഈ മീനച്ചിൽ വന്നു കഴിഞ്ഞാൽ മീനച്ചിൽ റിവർ ബേസിനുമായിട്ട് ബന്ധപ്പെട്ട മീനച്ചിൽ റെയിൻ ആൻഡ് റിവർ മോണിറ്ററിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ കേരളത്തിലുടനീളം ചെറിയ ചെറിയ ഇത്തരം മഴ ഗ്രൂപ്പുകൾ ഇവോൾവ് ചെയ്തു. അതൊരു വലിയ അതിലൊന്നും സിസ്റ്റത്തിന്റെ സപ്പോർട്ടോ ഗവൺമെന്റ് സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ അതാണ് ഒരു അഡാപ്റ്റേഷന്റെ പാർട്ടായിട്ട് ഒരു റെസിലിയൻസ്, യഥാർത്ഥ റെസിലിയൻസ് ജനങ്ങളിൽ നിന്ന് തന്നെ ഇവോൾവ് ചെയ്തു വന്നിട്ട് അങ്ങനെയാണല്ലോ പലതും ഉണ്ടായിട്ടുള്ളത്. അപ്പം അതൊരു നല്ല മാതൃകയായിരുന്നു. അത് വെൽ അക്സെപ്റ്റഡ് ആയിരുന്നു. കാരണം ജനങ്ങളോട് ചേർന്ന് നിന്നുള്ള ഒരു സത്യത്തിൽ ഇപ്പൊ ഒരു സർക്കാർ സംവിധാനം തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി, ഇപ്പൊ സംസ്ഥാന കാലാവസ്ഥാ വകുപ്പ് ഒക്കെ ഇതിനെ ഒന്ന് ഏറ്റെടുക്കാൻ മീൻസ് അതിനെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതല്ല, അതിനെ അനുവദിക്കുകയോ അതിന്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നല്ലതായിരിക്കും അല്ലേ, ജനങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിപ്പോ സൈലോസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പലരുടെയും ചോദ്യം നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചെയ്യുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ള ഇൻഫർമേഷൻ പോകാത്ത രീതിയിൽ പോകാഞ്ഞതുകൊണ്ട് 300 മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അത് കണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അന്ന് ഒന്നും നമ്മൾ ഇതിലേക്കൊന്നും വന്നിട്ടില്ല. പിന്നീടാണ് ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തു. അവർക്ക് അതിന്റെ SOP അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നീട് ഞാൻ വിചാരിച്ചു ഈ ഗവൺമെന്റ് സിസ്റ്റത്തെ മാറ്റുന്നതിനേക്കാൾ എളുപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, പക്ഷെ ഇത് നടക്കേണ്ടത് ഒരു എന്താ പറയുക, എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ്. അതിൽ ആര് വലുത് ആര് ചെറുത്, ഇതൊരു ചെയിൻ ഓഫ് ആക്ഷൻ ആണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണം എന്നൊക്കെ പറയുന്നത് ഒരു കണ്ണിക വേറെ, ഓരോ കണ്ണികളും അതില് ഇപ്പൊ ജനങ്ങൾ വരേണ്ടടുത്ത് ജനങ്ങൾ വരണം, ഈ സയൻസ് വരേണ്ടടുത്ത് സയൻസ് വരണം, ഇൻഫർമേഷൻ പോകേണ്ടടുത്ത് ഇൻഫർമേഷൻ, ഡേറ്റ വരേണ്ടടുത്ത് വരണം. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ അതൊരു ശൃംഖലയായിട്ട് മാറത്തുള്ളൂ. ഇപ്പം കണ്ണിയില്ലാത്ത മാല പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് തുടങ്ങുന്നു, അവിടെ തന്നെ അവസാനിക്കുന്നു. ഇതിനിടയ്ക്കൊന്നും ഒരു ചേർത്ത് വെക്കാൻ ഒരു കണ്ണികളും ഇല്ല എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. എത്രത്തോളം ത്രട്ടനിങ് കോൾസും നമ്മളെ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യാതെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള സത്യത്തിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു തരത്തിൽ ഇൻഡിജിനസ് എന്ന് പറയാവുന്ന രീതിയിൽ ഉണ്ടാക്കിയ കേരള മോഡലായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ലോകത്തോടത്തും ഒരുപക്ഷെ ഈ രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുക മാത്രമല്ല, ഇത് ജനങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു. വേറൊരിടത്തും ചെയ്യാൻ പറ്റാതെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെന്റും ഡിറ്റർമിനേഷനും കൊണ്ടാണ്. കാരണം ഞാൻ പറയാമല്ലോ, ഞാൻ ശനിയും ഞായറും ഒക്കെ ഈ മിക്കപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ അവരെ പഠിപ്പിക്കാനായിട്ടുള്ള ക്ലാസ്സും ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇതുകൊണ്ടൊന്നും നമുക്ക് പ്രൊഫഷണലായിട്ട് എനിക്ക് നഷ്ടം ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ളൂ. എന്താ എന്റെ കരിയർ ഡെവലപ്മെന്റിനൊന്നും ഇത് ഒരിടത്തും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലിയും പ്രൊഫഷണലിയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നമ്മളൊരു സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചു, സ്റ്റേറ്റ് ഫണ്ടഡ് കോളേജ് പഠിച്ചു, അതിനുശേഷം PhD ഫെലോഷിപ്പോടെ ചെയ്തു. ഐ ആം തിങ്കിങ് ദാറ്റ് ഐ ആം ഗിവിങ് സംതിങ് ബാക്ക് ടു ദി സൊസൈറ്റി. അത്രേ ഉള്ളൂ. അല്ലാതെ അതാർക്കും ചെയ്യാം. ദാറ്റ് വേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. വിൽ കണ്ടിന്യൂ ടു ഡു ദിസ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ ഒരു മൊത്തത്തില് അല്ലെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന രീതിയിൽ മൊത്തത്തിൽ കാണാനുള്ള കേരളത്തിന്റെ ഒരു നല്ല മോഡലായിട്ട് കാണിക്കാവുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഈ ഡീസെൻട്രലൈസേഷൻ ഇപ്പം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് അതിനെ
നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് നിരന്തരം നമ്മൾ പറയുന്നുണ്ട്. ദുരന്ത നിവാരണമാണ്, ഇനിയും കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത നിവാരണവുമാണ് നമ്മൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി. സത്യത്തിൽ നമ്മളിപ്പോഴേ ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അത്തരം സർക്കാർ സംവിധാനങ്ങൾ ഊന്നുന്നത് മുഴുവനും ഈ പറയുന്ന ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാമ്പുകൾ ഉണ്ടാക്കുക, അതിനകത്തെ സാധനങ്ങൾ ഇതിലാണോ തോന്നുന്നത് എൻ്റെ റൂട്ട് കോസിലേക്ക് പോവുകയോ എന്തുകൊണ്ട് ഇവരെ ഒരു കാലത്തും ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കാതിരിക്കുകയോ ഒക്കെയല്ലേ ചെയ്യേണ്ടത്? അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കേരളത്തിന്റെ ഒരു ഡിസാസ്റ്റർ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റെക്കറന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2016, 17, 15, 16 ഈ പറഞ്ഞ പോലെ വലിയ ഡ്രൗട്ട് വരുന്നത്. അന്ന് തൊട്ട് നിലം തൊടിയിക്കാതെ നമുക്ക് റെക്കറന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇവന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പലതരത്തില്. ഒരു പക്ഷേ ഇപ്പൊ 2018 30,000 കോടി രൂപ നഷ്ടം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡാമേജ് ആണ്, ഒരു കണക്കെടുപ്പ്. അതിന്റെ കൂടെ നമ്മുടെ ഇൻഡിവിജ്വൽ നഷ്ടവും അതുപോലെ തന്നെ എക്കോസിസ്റ്റം, നമ്മുടെ മരണങ്ങളും നമ്മുടെ ഈ എൻവയോൺമെന്റ് ഉണ്ടായ ഡാമേജും ഇതൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ 1 ലക്ഷം കോടിയൊക്കെ വരും. ആലോചിക്കണം, നമ്മുടെ സ്റ്റേറ്റിന്റെ GSDP എന്ന് പറയുന്നത് തന്നെ ഒരു 14 ലക്ഷം കോടി അല്ലെ 15 ലക്ഷം കോടിയാണ്. അതിൽ 1 ലക്ഷം കോടി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 6-7% അല്ലെ 5% അടുത്തേലും ഇതിലൂടെ നഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി ഫിനാൻസ് മിനിസ്റ്ററാണ്. പുള്ളി കഴിഞ്ഞ 10 വർഷം മാനേജ് ചെയ്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലുത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെ മാനേജ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കേപ്പബിലിറ്റി തന്നെയാണ്. ഇത് മോർ സിവിയർ. അപ്പൊ ഇതിനെ ഒരു കാഷ്വൽ അപ്രോച്ചിലൂടെ ഒന്നും ഇനിയും മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കുകയില്ല. ഇപ്പൊ ആഗോള സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ട് വരുന്ന പ്രാകൃതിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് പറയുന്ന ആളുകൾ കൂടുതലാണല്ലോ. വലിയൊരു ശതമാനം അങ്ങനെ നിൽക്കുമ്പോഴും കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് സംഭവിച്ചിട്ടുള്ള ഭൂപ്രകൃതിയിലൊക്കെ ഈ പലതരം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പലതരം കാലാവധികൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഇനി എന്തൊക്കെ തരം മാറ്റങ്ങളിലാണ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്? മഴയുടെ പാറ്റേൺ മാറുന്നതും ചൂട് കൂടുന്നതും നമുക്ക് എപ്പോഴും ആഗോള കാലാവസ്ഥ മാറ്റവുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം, ബന്ധപ്പെടുത്തിയാൽ നമുക്കത് അതിനെ മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഇപ്പം അറബിക്കടലിൽ ചൂടാവുന്നു. ഞങ്ങളുടെ തന്നെ പഠനത്തിൽ കണ്ടിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിലുണ്ടാകുന്ന കടലിലുണ്ടാകുന്ന മേഘങ്ങളുടെ കട്ടി കൂടുന്നു. അപ്പൊ ഇത് 2 കാരണങ്ങളാണ് വിസിബിൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്. അത് കാരണമാണ് നമുക്ക് പണ്ട് കാലത്ത് വളരെ സമയം നീണ്ടു നിന്ന് പെയ്യുന്ന മഴ മൊത്തം മണിക്കൂറുകളിലേക്ക് ചുരുങ്ങുന്നതും അതോടൊപ്പം തന്നെ മഴകൾ തമ്മിലുള്ള ഇടവേളകൾ കൂടുന്നു. എന്നാൽ നമുക്ക് സീസണിൽ കിട്ടേണ്ട മഴ ഏകദേശം ഒപ്പിച്ചു പോകുന്നു. എന്നാൽ പോലും നമുക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തെ മൺസൂണിന്റെ മഴയുടെ കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2-3 വർഷമാണ് മഴ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. നോർമലിനേക്കാളും അല്ലെങ്കിൽ സാധാരണ ശരാശരി കിട്ടേണ്ടതിനേക്കാളും കൂടുതൽ കിട്ടും. ബാക്കി 7-8 വർഷം മഴക്കുറവ്. 2024 പ്രശ്നം ഉണ്ടായ സമയത്ത് 16% മഴക്കുറവാണ്. കഴിഞ്ഞ വർഷം 15% മഴക്കുറവാണ്. ഇത് നമ്മൾ അറിയുന്നില്ല, ഒരു ചെറിയൊരു ഡിക്രീസിങ് പാറ്റേൺ ഉണ്ട്. പക്ഷെ അതിനുള്ളിലാണ് 1-2 ദിവസം നിൽക്കുന്ന ഈ പറഞ്ഞ വലിയ മഴ വന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2019 ജൂലൈ 31 വരെ 36% മഴക്കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസത്തെ മഴ കൊണ്ട് ഈ മഴ 2 മാസത്തെ മഴക്കുറവിനെ കവർ ചെയ്യുന്നത് മഴ കൂടുതലായിട്ട് അവസാനിച്ചു 4 ദിവസം കൊണ്ട്. അപ്പൊ അത്തരത്തിൽ മഴയുടെ പെയ്ത്ത് രീതി മാറുന്നു. അതിന്റെ ഒരു കാരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, മഴ മേഘങ്ങളുടെ ഘടന മാറുന്നുണ്ട്. അത് പലപ്പോഴും ഇത്രയും കട്ടുകൂടിയ മേഘങ്ങളൊക്കെ അതിന്റെ ഭൂരിഭാഗവും കടലിൽ തന്നെയാണ് മഴ പെയ്തു വരുന്നത്. കാറ്റ് അനുകൂലമാകുമ്പോഴാണ് ഇത് കരയിലേക്ക് വരുന്നത്. അപ്പം ആ പ്രതിഫലനം നമ്മുടെ ഏരിയയിലും ഈ എക്സ്ട്രീംലി ഹെവി റെയിൻഫാൾ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പാർട്ടായിട്ട് സംഭവിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി 1 ഡിഗ്രി നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടായാൽ 7% കൂടുതൽ നീരാവിയെ അതിന് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു കണക്ഷൻ. അപ്പൊ അത്രയും നീരാവി അത് കൂടുതൽ അബ്സോർവ് ചെയ്യും. എന്നിട്ട് സ്വാഭാവികമായിട്ട് അത്രയും കണ്ടൻസ് ചെയ്ത് മഴ വരുമ്പോൾ ഇതാണ് അതിന്റെ ഒരു ലിങ്ക്. അത് ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്തിന്റെ കാറ്റിന്റെയും മൺസൂണിന്റെയും ഒക്കെ പ്രത്യേകത വെച്ച് ചിലപ്പോൾ ഈ 7% മഴ പെയ്യണമെന്നില്ല, അതിൽ 2-3% ആയിട്ട് മഴയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന അത്രയേ കാണത്തുള്ളൂ.
പക്ഷേ മൺസൂൺ ഉള്ള റീജിയനിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലും, ഇപ്പൊ സൈക്ലോൺ പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഒക്കെ US ഒക്കെ പ്രശ്നം സൈക്ലോണാണ്. അവിടെ യൂറോപ്പിലും ഒക്കെ ഇതിന്റെ മറ്റൊരു പ്രശ്നമാണ് ആഗോളതാപനത്തിന്റെ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പം മൺസൂൺ ആയതുകൊണ്ട് നമ്മുടെ മൺസൂൺ മഴയാണ് അത് ബാധിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ് ബൈ മൺസൂൺ ആണ്. അപ്പൊ ഇതിന്റെ റിഫ്ലക്ഷൻ എപ്പോഴും നമ്മുടെ മൺസൂൺ മഴയിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള കാലാവസ്ഥയിലാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് മൺസൂൺ മഴയിൽ റിഫ്ലക്ട് ചെയ്യുന്നു, ചൂടിലും റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് റിയലൈസേഷൻ ആണ് ഈ ഗ്ലോബലി ഉള്ള ഈ മാറ്റത്തിന്റെ ലോക്കലി ഉള്ള റിയലൈസേഷൻ ആണ് ഈ എക്സ്ട്രീംലി ഹെവി റെയിൻഫോളും ഈ ഇപ്പം കണ്ടുവരുന്ന ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇത് രണ്ടും ഇതിന്റെ റിഫ്ലക്ഷൻ ആണ്, ലോക്കൽ റിഫ്ലക്ഷൻ ആണ്. അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനങ്ങളും ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ലോക്കലിയുള്ള ഈ മാനുഷിക പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു. നമ്മൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം കാണാൻ പറ്റും. പശ്ചിമഘട്ടത്തിലായാലും ഇടനാട്ടിലായാലും തീരപ്രദേശത്തായാലും ഈ മാനുഷിക പ്രവർത്തനങ്ങളാണ് ഇതിനെ കൂടുതൽ. അതർവൈസ് ഈ എക്സ്ട്രീംലി ഹെവി റെയിൻ എന്ന് പറയുന്നത് ഒരു ഹസാർഡ് മാത്രമാണ്. ഇതിനെ ഒരു ഡിസാസ്റ്റർ ആക്കി മാറ്റുന്നത്. ഡിസാസ്റ്റർ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആസ് പെർ സയൻസിൽ ഒരു അപകടം ഒരിക്കലും ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നില്ല. അതില് ഹ്യൂമൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ അതൊരു അപകടം ആയിട്ട് അങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ. ഇപ്പം മഴയായിട്ട് അവസാനിക്കത്തേ ഉള്ളൂ. പക്ഷെ മഴ ഈ ജനവാസ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് ഉള്ളിടത്തും ഒക്കെ കയറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. അവിടെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഈ എക്സ്പോഷർ, ജോഗ്രാഫിക്കൽ എക്സ്പോഷർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പോഷർ ഉണ്ട്. ഇത് രണ്ടും കൂടി വരികയാണ്. ജോഗ്രാഫിക്കൽ എന്ന് പറഞ്ഞാൽ മോർ ആൻഡ് മോർ പ്ലേസസ് ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു എക്സ്ട്രീംലി ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കൊന്നും ഇത്രയും മഴ കിട്ടിയില്ല, ഇതിലിപ്പം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ റീജിയനിലും പുതിയ പുതിയ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് കാലത്ത് നമ്മുടെ ഭാഗത്തില്ലാത്ത സൈക്ലോൺ വരുന്നു, ഹീറ്റ് വേവ്സ് വരുന്നു, എക്സ്ട്രീംലി ഹെവി റെയിൻസ് വരുന്നു. ഈ അപകടങ്ങൾ നമ്മുടെ പല റീജിയനിലും കൂടിക്കൂടി വരുന്നു. അപ്പൊ നമ്മുടെ എക്സ്പോഷർ, അപകടമായിട്ടുള്ള ജോഗ്രാഫിക്കൽ എക്സ്പോഷർ നമ്മുടെ കൂടുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ അർബനൈസേഷനിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ പല പല ഡെവലപ്മെന്റും ഇത്തരം അപകടങ്ങളുള്ള സോണിലേക്ക് മാറുന്നു, മേഖലയിലേക്ക് മാറുന്നു. അപ്പൊ ഒരു അസറ്റിന്റെ ഒരു എക്സ്പോഷർ അവിടെ കൂടുന്നു. അപ്പൊ നമ്മൾ എന്താ നഷ്ടം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂടെ രണ്ടാളുടെ ചേർത്തുള്ള നഷ്ടമാണ്. അവിടെയാണ് നമ്മൾ ഈ വൾനറബിലിറ്റിയെ പറ്റി മറ്റൊരു ഘടകത്തെ പറ്റി സോഷ്യോ എക്കണോമിക്. നമ്മളിപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നാൽ ഇപ്പൊ ഇടയ്ക്ക് സംസാരിക്കുന്നത് കേട്ടോ, അവിടെ സമൂഹത്തിൽ താഴെയുള്ള ആൾക്കാർ കിടക്കുന്നതുകൊണ്ട് അവിടെ പോയി താമസിക്കാൻ പാടാണെന്നൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എഫക്റ്റ് ആണ്. അതുപോലെ മാസ് മൈഗ്രേഷൻ, ഈ പറഞ്ഞ പോലെ ഇത്തരം ദുരന്ത സാധ്യതയുള്ള സ്ഥലത്ത് കൂടുതലും അധിവസിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാശുള്ളവരൊന്നും ഒരിക്കലും പോയി ഈ റിവർ ബേസിന്റെ അടുത്ത് വീട് വെക്കുകയോ അല്ലെങ്കിൽ മലയോരത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് തന്നെ വീട് വെക്കില്ല. കാരണം അവർ ഫോഴ്സ് ടു ഡു ദാറ്റ്. അപ്പൊ അവിടെ ഒരു സോഷ്യോ എക്കണോമിക് വൾനറബിലിറ്റി അങ്ങനെ തന്നെ കൂടുന്നു. എക്സ്പോഷർ കൂടുന്നതിന്റെ പാർട്ടായിട്ടുള്ള ഒരു വൾനറബിലിറ്റി കൂടുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇതൊരു സമഗ്രമായിട്ട് ഇതിനെ ഈ എക്സ്പോഷറും വൾനറബിലിറ്റിയും അഡ്രസ് ചെയ്യാതെ നമ്മൾ മുന്നറിയിപ്പിനെ മാത്രം അല്ലെങ്കിൽ അപകടത്തെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. നാളെ അപകടം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അപ്പൊ അതാണ്, അത്തരത്തിലാണ് നമ്മുടെ അതാണ് മുമ്പ് സൂചിപ്പിച്ചത്, നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായിട്ട് മാറി. പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ രക്ഷകനായിട്ടും നമ്മുടെ സേവിയർ ആയിട്ടും ഒക്കെ മറ്റേ നോയയുടെ പേടകത്തിൽ രക്ഷിച്ചുകൊണ്ട് പോയ പോലെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമോ നോക്കിയാണ് ആൾക്കാരുടെ തെറ്റിദ്ധരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിനെ ഒരു റിയാക്റ്റീവ് അപ്രോച്ചാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അതായത് ദുരന്തം ഉണ്ടാകുന്നു, അസാഡ് വരുന്നു, അത് ഡിസാസ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നത് എന്താ? ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നു, റീഹാബിലിറ്റേഷൻ വരുന്നു, റീബിൽഡ് വരുന്നു, കുറെ ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡ് വരുന്നു. ഇങ്ങനെ അതിനെ ചാരിറ്റി പിന്നെ കോമ്പൻസേഷൻ, ഇതാണ് ഈ ഒരു സൈക്കിളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു റെക്ടിഫിക്കേഷൻ തുടങ്ങേണ്ടതെന്നുള്ളതാണ്, പ്രോആക്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. അതിനാണ് ഈ റിസ്ക് ഇൻഫോംഡ് ഏർലി ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് ദുരന്തം വരാൻ നമ്മൾ കാത്തിരിക്കുന്നില്ല, ദുരന്തത്തെ മിറ്റിഗേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ദുരന്തത്തെ മുൻകൂട്ടി, അതും അവിടെയാണ് ഈ ഏർലി വാർണിംഗ്, ഏർലി ആക്ഷൻ എന്ന് പറയുന്നത്. ഏർലി വാർണിംഗ് കൊണ്ട് മാത്രം കാര്യമില്ല, ഏർലി ആക്ഷൻ വേണം. ഈ വാർണിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ആക്ഷൻ എടുക്കാനുള്ള
സജ്ജീകരണങ്ങൾ നമ്മൾ റെഡിയാക്കി. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നടന്നിട്ടുള്ള ഈ ഒരു ഇതില് നമ്മൾ മുന്നറിയിപ്പുകളെയും മഴയുമാണ് കുറ്റം പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? ഓക്കിയുടെ സമയത്ത് പറഞ്ഞു ഡീപ് ഡിപ്രഷൻ എന്നേ പറഞ്ഞുള്ളൂ. അത് ഒരു വിധത്തില് ഓറഞ്ചും റെഡും എന്ന് പറയുന്നതിന്റെ തുല്യമാണ്. സൈക്ലോൺ എന്ന് പറഞ്ഞില്ല, ഡീപ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മതി. മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ അത്രയും മതി. അതേസമയം 2018 പ്രളയത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരാഴ്ച തന്നെ ഞാനതെല്ലാം എടുത്ത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ഒരാഴ്ച മുഴുവൻ റെഡ് അലർട്ട് ആയിരുന്നു. വല്ലതും സംഭവിച്ചു? വാട്ട് വി ഹാവ് ഡൺ? ഒരാഴ്ച ഫുള്ള് റെഡ് അലർട്ട് IMD കൊടുത്തു. അലർട്ടിന്റെ പ്രശ്നമല്ലായിരുന്നല്ലോ അവിടെ. അപ്പം പിന്നെ 2020 പെട്ടിമുടി ദുരന്തം എടുത്താൽ നമ്മൾ കുറെ സംസാരിച്ചതാണ് അതിനെപ്പറ്റി. അതിലും ഓറഞ്ച് അലർട്ട് ഉള്ളപ്പോഴാണ് പെട്ടിമുടിയിൽ ദുരന്തം സംഭവിക്കുന്നത്. 2021 കുട്ടികൾക്കൊക്കെ ഈ മീനച്ചിൽ ഇപ്പം ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ 16-17 പേര് മരിച്ചു. അത് പകലായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവിടെയും ഓറഞ്ച് അലർട്ട് ഉള്ളപ്പോഴാണ് അത് സംഭവിച്ചത്. യെല്ലോയോ ഓറഞ്ചോ എന്നിട്ടുള്ളത്. 2024 മുണ്ടകൈ ദുരന്തം സംഭവിച്ചത് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അപ്പം കോമൺ സെൻസ് ഉള്ള ആൾക്കാർ എന്താണത് അതിൽ നിന്ന് റിയലൈസ് ചെയ്യുന്നത്? ഓറഞ്ച് അലർട്ട് ഉണ്ടെങ്കിലും ഹസാഡ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ദുരന്തം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ജില്ല മൊത്തം ദുരന്തം ഉണ്ടാകണ്ട. വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട്, ബത്തേരിയിലും തിരുനെല്ലിയിലും ഒന്നും, അല്ലെങ്കിൽ തിരുനെല്ലിയിലും ഒക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നുണ്ട്. ബത്തേരിയിലോ അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിൽ പുൽപ്പള്ളിയിലും ഒന്നും ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഒന്നും ഉണ്ടാകത്തില്ല. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഹോട്ട്സ്പോട്ടുകളുണ്ട് വയനാട്ടിൽ. ഈ മേപ്പാടി, ഈ വയനാടിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖല, വൈത്തിരി, ആ ഒരു ഏരിയയിലാണ്, തിരുനെല്ലി വരെ കിടക്കുന്ന ആ ഒരു ഏരിയയിലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അവിടെ ഹിസ്റ്റോറിക്കലി ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഹോട്ട്സ്പോട്ടുകളുണ്ട്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഓറഞ്ച് അലർട്ട് വരുമ്പോഴും അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഇൻഫർമേഷൻ? ഹ്യൂം സെന്റർ ഒക്കെ അളക്കുന്ന മഴയുടെ അളവുണ്ട്. 10 ദിവസം കൊണ്ട് കിട്ടിയത് 100 സെന്റിമീറ്റർ മഴയാണ്. ഏതാണ്ട് 900-ത്തിനടുത്ത് മില്ലിമീറ്റർ മഴയാണ്. അപ്പം ആന്റിസിഡന്റ് റെയിൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പമാണ് ഒരു ഓറഞ്ച് അലർട്ട് വരുന്നത്. ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ അപ് ടു 200 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് കൂടെ കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. വളരെ കൂടുതൽ. അപ്പൊ എന്താണ്, ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ച് അലർട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈവൻ നല്ല മഴ കഴിഞ്ഞ ഒരു 10 ദിവസം കിട്ടിയിട്ടുണ്ട്. യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും ചെറിയ മഴയ്ക്ക് പോലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകേണ്ടത് ലാൻഡ് സ്ലൈഡ്. അതാണ് അതിന്റെ ഒരു അങ്ങനെയാണ് നമ്മൾ എയർലി ആക്ഷൻ എടുക്കുക. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ ഇത്തരം പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ആളുകളെ മാറ്റെങ്കിലും വേണം. കുറഞ്ഞ പക്ഷം ഈ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ആയിട്ട് മാറാൻ അധികം സമയം വേണ്ട. ഓറഞ്ച് അലർട്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഷുഡ് ബി റെഡി എന്നുള്ളതാണ്. നമ്മുടെ ഈ റെസ്ക്യൂ ടീമിനെയും നമ്മുടെ ഇവാക്യുവേഷൻ റൂട്ടും അവരെ ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് പാർപ്പിക്കേണ്ടത്, ഇതൊക്കെ റെഡിയാക്കി വെക്കേണ്ടതാണ് ഓറഞ്ച് അലർട്ടിൽ. എന്നിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ദെയർ ഈസ് നോ ടൈം. ഒരു ലീഡ് ടൈം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ ഓറഞ്ച് അലർട്ട് വരുമ്പോഴേ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രിപ്പയർനെസ് വേണം. അത് ആക്ടിവേറ്റ് ചെയ്യണ്ട, പ്രിപ്പയർനെസ്. ഇപ്പൊ സംഭവിക്കുന്നത് റെഡ് അലർട്ട് മഴ പെയ്ത് കഴിയുമ്പോഴത്തേന് ആൾക്കാർക്ക് എവിടോട്ട് പോകണം, എങ്ങോട്ട് വരണം, അങ്ങോട്ട് ഒരു ധാരണയും ഒരു പ്ലാനും ഇല്ല, എക്സിക്യൂഷൻ ചെയ്യുന്ന പ്ലാൻ ഇല്ല. ഇതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന ടീംസിനെയാണ്. അവരെ യഥാർത്ഥത്തിൽ നമിക്കണം. ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് അവര് ഇടുന്ന എഫേർട്ട്, ഇവര് ഇതിലൊന്നും പാട്ടില്ല. മുമ്പേ ഈ പറഞ്ഞ പോലെ ഈ തദ്ദേശീയ അല്ലെങ്കിൽ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആണ്. ഈ NDRF ഒക്കെ വരുന്നതിന് മുന്നേ വരുന്ന ആൾക്കാരാണ് നമ്മൾ ഇവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ്. ഇവര് ഒരു സ്ഥലത്തോട്ട് ചെന്ന് അടുത്ത നിമിഷം മഴ പെയ്യുമോ, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുമോ എന്നുള്ള ഇൻഫർമേഷൻ പോലും ഇല്ലാതാണ് ഫസ്റ്റ് ഹാൻഡ് പോകുന്നത്. റിസ്കിയാണ്. പലപ്പോഴും അവരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് പലപ്പോഴും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുന്നത്. പക്ഷെ അവരെ എക്വിപ്പ് ചെയ്യണ്ടേ, അവർക്ക് ഈ ഇൻഫർമേഷൻ എത്തണ്ടേ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിയാക്റ്റീവ് അപ്രോച്ചിൽ നിന്നും പ്രോ ആക്റ്റീവ് അപ്രോച്ചിലേക്ക്, അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ റിസ്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ഏർലി ആക്ഷൻ വേണം. അതുപോലെ തന്നെ പണ്ട് ഇപ്പം DM ആക്ട് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കുറെയൊക്കെ പവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓവർ ദി ഇയേഴ്സ് മാറിയിട്ടുണ്ട്. അവരാണ് ഫസ്റ്റ് അതിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ടുള്ള ഇപ്പൊ 2005 DM ആക്ട് ഉണ്ട്, അത് നാഷണൽ ലെവലിലുള്ള. അതിനനുസരിച്ച് നമുക്ക് 2009 കണ്ടുള്ള ഒരു DM പ്ലാൻ ഉണ്ട്. പക്ഷെ അത്
പുതുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. DM പ്ലാൻ പുതുക്കിയിട്ടുണ്ട് 2019 എന്നിട്ടും 5 വർഷം പിന്നെയും കഴിഞ്ഞു. അപ്പൊ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു നല്ല പ്ലാൻ വേണം, DM പ്ലാൻ വേണം. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പോളിസി ആയിട്ട് മാറുന്നത്. ഗവൺമെന്റിന് ഈ ലെവലിൽ ബ്ലൈൻഡ് ആണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. ഇതാര് ഭരിച്ചാലും മാറിയാലും ഈ സിസ്റ്റം ഷുഡ് കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കുറ്റം പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഉണ്ടാക്കി വെച്ച സിസ്റ്റം മാറാൻ പാടില്ല. ആളുകൾ മാറിയാൽ പോലും സിസ്റ്റം മാറാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ ഒരാൾ അവിടുന്ന് അങ്ങോട്ട് മാറിയാൽ പോലും സിസ്റ്റം ഷുഡ് കണ്ടിന്യൂ എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ ഈ മേഖലയിൽ വലിയ പൊളിച്ചെഴുത്തിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതില് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എക്വിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ജപ്പാനിലെയും ഒക്കെ കഥകൾ കേൾക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ഭൂമി കുലുക്കമൊക്കെ എപ്പോഴും ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആൾക്കാർ മുഴുവനും അത് ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് സ്വയം ധാരണയുള്ള ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ സിസ്റ്റത്തേക്കും ആളുകളിൽ ഈ ഒരു അവബോധം ഉണ്ടാവേണ്ട കാലമായോ കേരളത്തിൽ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞത്, ആളുകൾക്ക് ഇത് തോന്നിയിട്ടാണ് എല്ലാ 2018 ശേഷം ഏറ്റവും ഒരു പ്രോമിസിങ് അല്ലെങ്കിൽ നമുക്കൊക്കെ സന്തോഷം തരുന്ന ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന്റെ സന്തോഷം എന്നല്ല പറഞ്ഞത്, നമ്മൾ അതിന്റെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ റെസിലിയൻസ് ഉണ്ടാകുന്നത്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവമാണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മഴ വരുന്നു, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുന്നു, വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നു. ഇതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഓവർകം ചെയ്യുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റിക്ക് റെസിലിയൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റി തന്നെ വിചാരിക്കണം. അപ്പം അവിടെയാണ് ഈ പറഞ്ഞ പോലെ മഴയുടെ അളവ് അളക്കുന്നതിലും പുഴയുടെ അളവ് അളക്കുന്നതിലും ഇതിനെ അവരവരുടെ ഇപ്പം ഫാർമേഴ്സ് ആണെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലും, ഇപ്പം ഫിഷേഴ്സ് ആണെങ്കിൽ കാറ്റിന്റെ വേഗതയും ഈ ഫോർകാസ്റ്റും അവരുടെ ആക്ടിവിറ്റീസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതൊരു സിസ്റ്റം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലെവൽ റെസിലിയൻസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് കമ്മ്യൂണിറ്റി തന്നെ വിചാരിക്കണം. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കില്ലാത്ത ഒരു പ്രശ്നം, ഇപ്പൊ നമുക്ക് ആക്റ്റും ലോയും ഈ ലാൻഡ് യൂസ് ലോസും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. പണ്ട് തൊട്ട് ഇപ്പം നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചു. കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇവന്റ്സിന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇനി അതിലൊക്കെ തിരിച്ചു പോയില്ല. ഇനി അംഗീകരിച്ചപ്പെട്ടു, അതിൽ തിരിച്ചു പോകത്തില്ല. പക്ഷെ നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിനൊന്നും ഇത് താങ്ങാൻ പറ്റുന്ന ശേഷി ഓവർ ദി ഇയേഴ്സ് കുറഞ്ഞിട്ട്, അത് മനുഷ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഈ വലിയ അത്തരത്തിലുള്ള മഴയാണ് പറയുന്നത്. ക്ലൗഡ് ബെസ്റ്റ് ടൈപ്പ് മഴ വന്നു കഴിഞ്ഞാൽ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം മനുഷ്യ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് പോലും പ്രശ്നം ഉണ്ടാകും. അതിനെ താങ്ങാനുള്ള ശേഷി ഓവർ ദി ഇയേഴ്സ് പശ്ചിമഘട്ടത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊരു ഒറ്റ യൂണിറ്റ് ആണ്. മലയെന്ന് വരുന്ന വെള്ളമാണ് താഴേക്ക്, അത്രയേ ഉള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് കടലിലെത്തുന്ന ഒരു പാറ്റേൺ ആണല്ലോ. അത്രയ്ക്ക് നല്ല സ്ലോപ്പുമാണ്, 20-30 ഡിഗ്രി സ്ലോപ്പുമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഇപ്പൊ 38,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ടെങ്കിലും ഏകദേശം ഒരു 30,000 സ്ക്വയർ കിലോമീറ്ററും ഏതെങ്കിലും ഒരു റിവർ ബേസിന്റെ പാർട്ടായിരിക്കും. 44 നദികളുണ്ട്. 41 പടിഞ്ഞാട്ടും ബാക്കി തിരിച്ചു ഒഴുകുന്നു. ചിലത് ഇന്റർ സ്റ്റേറ്റ് റിവേഴ്സും ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത ഏതാണ്? കേരളം ഒരു ലാർജ് റിവർ, ഒറ്റ റിവർ ബേസിനാണെന്ന് പറയാം. ഒരു ലാർജ് റിവർ ബേസിനാണ് കേരളം. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയും അതിന്റെ റെഗുലേഷനും ഒക്കെ വരുന്നത് പോലെ തന്നെ ഒരു വ്യക്തമായിട്ടുള്ള റിവർ ബേസിൻ മാനേജ്മെന്റ് അതോറിറ്റി വരേണ്ട സമയം കഴിഞ്ഞു. ഇനിയും നമ്മുടെ ഡെവലപ്മെന്റ് മൊത്തവും അല്ലെങ്കിൽ ഈ റിവർ ബേസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും. കാരണം ഓരോ റിവർ ബേസിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. മനസ്സിലായി? അത് കാച്ച്മെന്റ് ഏരിയ മാറുന്നുണ്ട്. വലിയ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 ഉള്ളൂ. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, പിന്നെ ചെറിയ മീനച്ചിലെ ചെറിയൊരു മണിമല, ഇതൊക്കെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം 50 കിലോമീറ്റർ 40 കിലോമീറ്റർ അല്ലെ 60 കിലോമീറ്റർ ഒക്കെ ഒഴുകുന്ന വീതി കുറഞ്ഞ ചെറിയ നദികളാണ്. ചാലിയാർ, അങ്ങനെ വലിയ നദികൾ ഉണ്ട്. 12 ഒക്കെ വലിയ നദികളുണ്ട്. അപ്പം ഈ നദികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പശ്ചിമഘട്ട മേഖലയിൽ ഒരു മൗണ്ടൻ, ഒരു എന്താ പറയുന്നത്, അവിടെയും പറഞ്ഞ പോലെ ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ESA എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജിക്കൽ പാനൽ റിപ്പോർട്ടോ ഒക്കെ വന്നു. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു സാധനമില്ല അവിടെ. ഗാഡ്ഗിലിനെ ചീത്ത വിളിക്കുക എന്നല്ലാതെ അവിടെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ പരിസ്ഥിതി ശാസ്ത്രവും അല്ലെങ്കിൽ ഗാഡ്ഗിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 70% ലാൻഡും
വെസ്റ്റേൺ ഗാർഡ്സിൽ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടം പോയി. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കസ്തൂരി റിപ്പോർട്ട് വന്നു 30-37 അല്ലെ 40% താഴെ. അതുപോലെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ലെന്നുള്ളതാണ്. അപ്പൊ എവിടെയെങ്കിലും നമ്മളൊന്ന് കൊണ്ടെത്തിക്കേണ്ടത്, എവിടെയെങ്കിലും ഒരു ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു കൺസെൻസസിൽ നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഗാഡ്ഗിലിനെയും ഒക്കെ അല്ലെ കസ്തൂരി രംഗനെയും ഒക്കെ പൊക്കി പിടിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നത് സഖാവ് VS അച്യുതാനന്ദനെ. അദ്ദേഹത്തെ നമ്മൾ വെട്ടിനിരത്തിലിന്റെ ഉപജ്ഞാതാവും മൂന്നാറിന്റെ ഇടിച്ചു നിരത്തിലിന്റെ ഉപജ്ഞാതാവും ആക്കി മാറ്റി. ആരാണ് ഇത് ചെയ്തത്? നമ്മുടെ സമൂഹം തന്നെ ചെയ്തത്. പോളിസി ലെവലിൽ ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടി ആക്ഷൻ എടുത്ത ഒരേ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സഖാവ് VS മാത്രമാണ്. അദ്ദേഹത്തെ നമ്മൾ കൊച്ചു പിള്ളേർ പോലും നിലം വെട്ടിനിർത്തുന്ന ആളാക്കി നമ്മൾ മൂന്നാറും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കയ്യേറ്റങ്ങളും എല്ലാം ഒഴിപ്പിക്കുന്ന അവസരത്തിൽ വന്ന് സിസ്റ്റത്തിനുള്ളിൽ തന്നെ അതിന് പാര വെച്ച് അതിനെ ഇതെവിടെ ആരാ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത്? അതുപോലെ ആരും ഇല്ലല്ലോ. പാരിസ്ഥിതിക ഇഷ്യൂവിനെ അതിന്റെ കോറിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ് VS അച്യുതാനന്ദൻ. അതിന്റെ നഷ്ടം നമ്മൾ പോളിസി ലെവലിൽ കാണുന്നുണ്ട്. എല്ലാം ഡൈല്യൂട്ട് ചെയ്യല്ലേ. ഈ പറഞ്ഞ പോലെ നമുക്ക് 700 കിലോമീറ്ററുള്ള എംബാങ്ക് കെട്ടിയിട്ടുള്ള കേരളയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് വികസന മാതൃകയായിട്ടാണ് നമ്മൾ പറയുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് നമുക്കത് വിഷമം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്, ഈ ലാൻഡ് സ്ലൈഡും ഇത്രയും തിക്നെസ് ഉള്ള ഭൂമിയുള്ള ഈ മണ്ണുമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി തുരങ്കപാത ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇതിനോട് എന്താ പറയുക, വികസന വിരോധികളല്ല നമ്മൾ. വികസനത്തെ നമ്മൾ വികസനം ഉണ്ടായാലേ നമുക്ക് ഹൈവേയിൽ കൂടെ സ്പീഡിൽ പോകണം, നമുക്ക് കൃത്യസമയത്ത് ട്രെയിൻ വരണം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഓരോ സ്ഥലത്തിനും അനുയോജ്യമായിട്ടുള്ള വികസനങ്ങളാണ് നമുക്ക് ഇനി ആവശ്യം. ജെൻസി പോലുള്ള ആൾക്കാർ എക്സാമിനേഷൻ സിസ്റ്റം അപ്പാടെ തകർന്ന് അവരിടപെട്ടു. അവര് യഥാർത്ഥത്തിൽ ഇനിയും വരേണ്ടത് ഇത്തരം പാരിസ്ഥിതിക വിഷയങ്ങളുമായിട്ടാണ്. അത് അവരുടെ തലമുറയാണ് ഇനി ബാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് തലമുറയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ജെൻസിയുടെ ഭാഗത്തു നിന്നാണ് തലമുറ മാറ്റം ഈ ഒരു കാര്യത്തിൽ. എൻവയോൺമെന്റൽ ആക്ടിവിസം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ സൈലന്റ് വാലിയെ പോലൊക്കെയുള്ള ഇത് സംരക്ഷിച്ചത് മൊത്തവും MK പ്രസാദ് എന്നൊക്കെ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ വലിയ ഇടപെടലിലൂടെയാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കാണുന്നുണ്ടോ? സത്യത്തിൽ പരിഷത്ത് പോലുള്ള സ്ഥാപനങ്ങളെ കേരളത്തിൽ നേരത്തെ ആക്ട് ചെയ്തിരുന്ന ആളുകൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ 10 വർഷം നിശബ്ദമായിരുന്നു. ഈ കേരളത്തിനെതിരെ പഠനങ്ങളോ അല്ലെങ്കിൽ അതിനെതിരെ നടത്തിയ പഠനങ്ങളെ പറ്റി പുറത്തു പോലും വന്നില്ല. അതിൽ തന്നെ പരിഷത്തിനുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിലൊന്നും നമ്മൾ പരിസ്ഥിതിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ സയൻസ് മാത്രമേ പറയാവൂ. നമുക്ക് രാഷ്ട്രീയം കാണും, പക്ഷെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ 100% നമുക്ക് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൊടുക്കേണ്ടതെല്ലാം നമ്മൾ അങ്ങനെ കുറെ റെസിസ്റ്റൻസ് കൂടെ വന്നില്ലേ പിന്നെ നമ്മളെല്ലാവരും എല്ലാം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതല്ലേ. പോളിസി ഉണ്ടാകുന്നത് ഗവൺമെന്റിന്റെ പോളിസി ഡിമാൻഡ് വരുന്നതിനനുസരിച്ചാണ്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഗവൺമെന്റ് പോളിസി ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ലാൻഡ് സ്ലൈഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഹോട്ട്സ്പോട്ടുകളെ പറ്റിയിട്ട് സംസാരിച്ചു. അപ്പൊ ഈ വയനാട്ടിൽ മാത്രമാണോ, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ? കേരളം മൊത്തമായിട്ട്, പശ്ചിമഘട്ടം മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ, ഇപ്പം GSIയുടെ ഒക്കെ റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു 10 മുതൽ 14% ഏരിയ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ആണ്. അതിന്റെ ഇന്റൻസിറ്റിയും അതിന്റെ വൾണറബിലിറ്റിയും ഒക്കെ ഡിഫറെന്റ് ആണ്. അതൊക്കെ കുറേയൊക്കെ ഐഡന്റിഫൈ ചെയ്തു, പക്ഷെ അത് ആക്ഷനബിൾ അല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇതിൽ തന്നെ ഈ 14% എന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ തന്നെ ഒരു 4-5% ഹൈലി വൾണറബിൾ സോണായിട്ട് മാറുന്നുള്ളൂ. അവിടെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഓരോ ജില്ല തിരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ ഉള്ള ഒരു റീജിയൻ വരും. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖല, ഇപ്പം വിലങ്ങാടൊക്കെ ഇപ്പം റിക്കറന്റ് ആയിട്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് പുല്ലൂരമ്പാറ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊരു വൾണറബിൾ ഹോട്ട്സ്പോട്ട് റീജിയൻ ആണ്. പിന്നെ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാടിന്റെ പടിഞ്ഞാറൻ മേഖല ഇൻക്ലൂഡിങ് മേപ്പാടി, വൈത്തിരി, അങ്ങനെ പോയി അപ്പുറത്ത് തിരുനെല്ലി വരെ ഉള്ള ഒരു മേഖല. പിന്നെ മലപ്പുറത്തിന്റെ കുറച്ച് ഭാഗം, ഈ ചാലിയാർ തുടങ്ങുന്ന ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഭാഗം, ഈവൻ തൃശ്ശൂർ വരെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിട്ടുണ്ട്, കുന്നിടിഞ്ഞ്. പിന്നെ വന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗം ലാൻഡ് സ്ലൈഡിൽ അത്ര വലിയ ഹോട്ട്സ്പോട്ട് ഇല്ലേ പോലും കിഴക്ക് ഭാഗം കുറെ മേഖലകളുണ്ട്.
പിന്നെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള മൂന്നാർ, പിന്നെ പീരുമേട്, ആ ഒരു സദേൺ റീജിയൻ, പിന്നെ കോട്ടയം ജില്ലയുടെ മീനച്ചിൽ മണിമല ബേസിനുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം ഇടുക്കി ബോർഡറിൽ നിന്നാണ് ഈ 2 നദികളും തുടങ്ങുന്നത്. അപ്പൊ അത് തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ച് ഏരിയ ലാൻഡ് സൈഡ് പ്രോണാണ്. പിന്നുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഈ പറഞ്ഞ പോലെ ഹൈലി അസാഡസ് ആയിട്ടുള്ള കുറെ ലൊക്കേഷൻസ്. പത്തനംതിട്ടയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും വലുതായിട്ട് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ഉണ്ട്. പത്തനംതിട്ടയിൽ ഈ കാട്ടിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിതൊരു പത്തനംതിട്ടയിൽ നടക്കുന്ന ലാൻഡ് സ്ലൈഡ് പുറത്തേക്ക് വരാത്തതിന്റെ പ്രധാന കാരണം അത് കാരണം നാശനഷ്ടങ്ങളും ആൾമരണവും ഇല്ലാത്തതുകൊണ്ടാണ്. അതർവൈസ് പത്തനംതിട്ട ഈസ് ഹൈലി വൾണറബിൾ. അപ്പൊ ഞാനതാ പറഞ്ഞേ, ഈ അപകടമായിട്ട് നിൽക്കും. മനുഷ്യൻ കയറി പോയി കൊടുക്കുമ്പോഴാണ് ഇത് എക്സ്പോഷർ കൂടുമ്പോഴാണ് അത് ദുരന്തമായിട്ട് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെയാണ് നമ്മൾ ആ ഒരു ആന്റിസിപ്പേറ്ററി ആക്ഷൻ എന്ന് പറഞ്ഞത്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. റിയാക്റ്റീവ് അപ്രോച്ചിനും പ്രോആക്റ്റീവ് ആൻഡ് ആന്റിസിപ്പേറ്ററി ആക്ഷൻ ആണ്. ഇത് വരാൻ മുൻകൂട്ടി കണ്ടുള്ള ആക്ഷൻ ആണെന്നുള്ളത്. അതിനാണ് നമ്മൾ ഈ ജനങ്ങളുടെ പങ്കാളിത്തവും. ദുരന്ത നിവാരണ യഥാർത്ഥത്തിൽ ജനകീയമായിട്ട് കൊണ്ടുവന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറണം. ഇപ്പോഴും മോളിൽ നിന്ന് താഴോട്ട് കെട്ടിയിറക്കുന്ന പരിപാടികളാണ്. അതുകൊണ്ടാണ് DDMA-ക്കൊക്കെ കുറച്ചുകൂടെ പവേഴ്സ് കൊടുത്തത്. പവേഴ്സ് ഓൾറെഡി ഉണ്ട്, അത് ആരാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയത്. പണ്ട് കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടർമാരും റവന്യൂ ഡിപ്പാർട്ട്മെന്റും കൂടെ ആയിരുന്നു ഇത് ഡീൽ ചെയ്തിരുന്നത്, ഫയർഫോഴ്സും. ഇപ്പൊ നമുക്ക് ഫെസിലിറ്റീസ് കൂടി. ഇപ്പൊ അവർക്ക് പോലും എന്ത് ചെയ്യണം എന്നറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഫയർഫോഴ്സിനെയും ജില്ലാ തരത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റികളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോ ജില്ലയുടെയും പാറ്റേൺ വ്യത്യസ്തമാണ്. ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി പ്രത്യേകമായിട്ടുള്ള ഈ ഏജൻസികളെ കൊണ്ടുവന്ന് അതിനെ ഒരു ലോക്കലി അത് കൈകാര്യം ചെയ്യണം. സത്യത്തിൽ കേരളത്തിലെ മുഴുവൻ ഓരോ ജില്ലകളെയും നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും. സ്വഭാവമാണ്. അതെ. എനിക്ക് തോന്നുന്നു ദുരന്ത നിവാരണം ഈ സ്റ്റേറ്റിൽ നിന്ന് മാറി ജില്ലാ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ജില്ല തിരിച്ചാണ്. ഇപ്പൊ പത്തനംതിട്ട ഇടുക്കി ജില്ലയിൽ ഇത് ഉണ്ടാകുമ്പോൾ ബാക്കി എല്ലാ ജില്ലയിലും സേഫ് ആണല്ലോ. അപ്പൊ തിരുവനന്തപുരം ആലപ്പുഴയ്ക്കുള്ള പ്രശ്നം, ആലപ്പുഴ കുട്ടനാട്ടിലുള്ള പ്രശ്നമല്ല ബാക്കിയുള്ള സ്ഥലത്ത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഇപ്രാവശ്യം കണ്ട സാധനം അർബൻ വെള്ളപ്പൊക്കം ഭയങ്കരമായിട്ട് ഉണ്ടായില്ല. അപ്പൊ നദികളുടെ ആഴം കുറഞ്ഞതും വീതി കുറഞ്ഞതും കായൽ ഒക്കെ ഈ പ്രശ്നങ്ങള് ഈ നദീ പുനരുജ്ജീവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇന്ത്യയിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ സാധ്യമാണോ? തിരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി വീണ്ടെടുക്കുന്ന ഒരു പരിധി വരെ. കാരണം ഇപ്പൊ എല്ലാരും ഈ മണൽ വരുന്നതിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 കാര്യം ഒരു മറക്കണം. മനഃപൂർവ്വമാണോ അല്ലയോ? ഈ മഴയുടെ ഇന്റൻസിറ്റി മാറുന്നുണ്ട്. അതാണ് ഈ റൺ ഓഫ് എന്ന് പറഞ്ഞത്. പീക്ക് ഇന്റൻസിറ്റി പണ്ട് കാലത്ത് മലയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് താഴെ സമതല പ്രദേശത്തേക്ക് മെയിൻ സ്ട്രീമിലേക്ക് വെള്ളം എത്തത്തുള്ളൂ. മഴയുടെ ഈ ഒരു നദിയുടെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മീനച്ചില്, ഇതിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ്. ഇതിന്റെ പല ഭാഗത്ത് പെയ്യുന്ന മഴയാണ് ഒന്നിച്ച് പാലയൊക്കെ ആകുമ്പോഴേക്കും ഒന്നിച്ച് വന്ന് ഒരു നദിയായിട്ട് മാറുന്നത് താഴെ വരുമ്പോഴേക്കും. പണ്ട് കാലത്ത് അവിടെ പെയ്തിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുന്ന വെള്ളം ഈ റെയിനിന്റെ ഇന്റൻസിറ്റി കൂടുന്നത് കൊണ്ട് എളുപ്പം ഒഴുക്ക് കൂടുന്നു. അപ്പൊ അതുകൊണ്ട് പീക്ക് ഫ്ലോ എന്ന് പറയുന്നത് വളരെ നേരത്തെ ആവും. അപ്പം ആ ഒരു ടൈം, അപ്പം പണ്ട് അവിടെ മഴ പെയ്യുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിനനുസരിച്ച് മാറാനും ഒക്കെ ഉള്ള ഗ്യാപ്പ് കിട്ടും. നമുക്ക് ഇപ്പൊ സംഭവിക്കുന്ന ആ വെള്ളം മിഡ്ലാൻഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നില്ല. അപ്പൊ ഈ നദികൾക്ക് 3 ഭാഗങ്ങളുണ്ട്. ഞാനൊരു നദിയുമായിട്ടുള്ള വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല, എന്നാലും നമുക്കൊരു കോമൺ സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നദികളുടെ കൈവരികൾ അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക സ്ട്രീംസിൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. പല പല സ്ട്രീംസിൽ അതൊരു ഭാഗം, എന്നിട്ട് വന്നിട്ട് അതൊരു വലിയ നദിയായിട്ട് മാറുകയാണ്, വലിയ മെയിൻ നദിയായിട്ട് മാറും. അപ്പം സ്ട്രീം എന്ന് പറയുന്ന ഒരു ഭാഗം, മെയിൻ നദിയാകുന്നത് വേറൊരു ഭാഗം. പിന്നെ ഇതിന് കടലിലേക്ക് ചേരുമ്പോഴും ഇത് ഇങ്ങ് പിഴിയും. പലയിടത്തും വന്നിട്ട് പല റൂട്ടിലാണ്. ഇപ്പം പെരിയാർ വന്നിട്ട് ആലുവയെ വന്ന് 2ആയിട്ട് തിരിഞ്ഞതാണ്. ഒരു വലിയ ഫ്ലഡില് ഒന്ന് വടക്കൂടെ ഇപ്പുറത്തൂടെ കായലിലേക്ക് പോയി എന്നുള്ളതാണ്. ഇങ്ങനെ നദികള് കടലിലേക്ക് ചേരുമ്പോൾ പല കൈവരികളിലായിട്ട് തിരിഞ്ഞാണ്. അപ്പൊ ഇത് 3 ഭാഗമാണ് നദികളുടെ. അപ്പൊ ഇവിടെ ഒരിടത്ത് വലിയ സ്ലോപ്പ്, ഒരിടത്ത് മീഡിയം സ്ലോപ്പ്, താഴെ വരുമ്പോഴത്തേന് നല്ല സ്ലോപ്പ്. ഇപ്പോൾ സംഭവിക്കുന്നത് ഈ വെള്ളം ഭയങ്കര വേഗത്തിൽ മിഡ് സ്ലോപ്പിൽ അതായത് മെയിൻ സ്ട്രീം നദിയുടെ പാർട്ടിലേക്ക് എത്തുന്നു. ആ വെള്ളം
താഴോട്ട് ഒഴുകി പോകുന്നില്ല. ഓ, അവിടെ നിൽക്കുന്നു. ആ, അപ്പൊ പ്ലെയിൻസിലേക്ക് പോകും. പ്ലെയിൻസിലേക്ക് കയറാൻ സ്ഥലമില്ല. ഓക്കെ. പ്ലെയിൻസിലേക്ക് കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ചോക്ക് ചെയ്ത് സ്വെല്ല് ചെയ്ത് വെള്ളപ്പൊക്കമായിട്ട് മാറുന്നു. അപ്പൊ ഒരു നദികളുടെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലോജിക്കലി, എനിക്ക് ഇതിനെപ്പറ്റി നദിയെപ്പറ്റി അധികം ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളം വന്ന് കിടക്കുന്നിടത്തെ മണല് വീണ്ടും വഴിയാൽ എന്താ സംഭവിക്കുന്നത്? വെള്ളം ഒഴുകി പോവോ? ഇല്ല. അവിടെ ഒരു തടാകം അല്ലെങ്കിൽ ജലാശയം രൂപപ്പെടുന്നല്ലാതെ അവിടുത്തെ മണ്ണ് വാരി കഴിഞ്ഞാൽ അവിടെ തന്നെ വെള്ളം നിൽക്കത്തല്ലേ ഉള്ളൂ, ഒഴുകിപ്പോത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താ? മോളിൽ പെയ്യുന്ന മഴ ഏതൊക്കെ ഭാഗത്താണെന്ന് കണ്ടറിഞ്ഞ് അതിനൊക്കെയാണ് നമ്മൾ ഈ AWS. ഞാൻ പറയട്ടെ, ഈ ഇപ്പം മഴ പെയ്തതിൽ ഞങ്ങളെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. ഈ ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് KDISC പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞു ഇതിന് ഞാനില്ല, എങ്കിലും അവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മളിത് ചെയ്ത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. അവസാന നിമിഷം വരെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനെ തട്ടിക്കളഞ്ഞു. ഭാഗ്യവശാല് ഇതേ സെയിം പ്രോജക്റ്റ് ISRO അപ്രൂവ് ചെയ്ത് കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ മീനച്ചിലില് ഒരു 3 AWS നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ലാൻഡ് സൈഡ് പ്രോജക്റ്റില്. അതിലൊന്ന് വെച്ചിരിക്കുന്ന വാഗമണ്ണ. ആ AWSലാണ് 313 മില്ലിമീറ്റർ മഴ കിട്ടിയെന്നാണ്. ആ ഡേറ്റ നമുക്ക് എവരി 15 മിനിറ്റ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് താഴെ പ്ലാൻ ചെയ്യാം. മനസ്സിലായേ? അപ്പൊ എനിക്ക് സന്തോഷമുണ്ട്, നമ്മളെ തട്ടിക്കളഞ്ഞെങ്കിലും നമ്മൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതില് അവർക്ക് ആ ഡേറ്റ നമുക്ക് കൊടുക്കാൻ പറ്റി. ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, ഉപയോഗിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ലെവലില് ഈ മേളില് കുറച്ച് AWSകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ AWSനുള്ള ഡേറ്റ നമ്മൾക്ക് 15 മിനിറ്റ് നോക്കുമ്പോൾ പറയാം ഇപ്പോഴാണ് ഇന്റൻസ് ആയിട്ട് മഴ പെയ്യുന്നത്. അപ്പൊ ആ 2 മണിക്കൂറിനുള്ളിൽ തന്നെ സ്പീഡായിട്ട് വരുമല്ലോ. ആ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്യണം. അതിന് ഈ സ്ട്രീമിലാകുമ്പോൾ തന്നെ വലിയ തോതിൽ നമുക്ക് വെള്ളം സംഭരിക്കേണ്ട ആവശ്യമില്ല. സ്ട്രീമിൽ ചെറിയ തടകണങ്ങളും വലിയ ഈ പറഞ്ഞ പോലെ ഡാം ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സ്പീഡ് നമ്മളൊന്ന് കുറച്ചു കഴിഞ്ഞാൽ താഴെ വെള്ളം എത്തുന്നതിന്റെ സമയം നമുക്ക് കുറച്ചുകൂടെ ലീഡ് കിട്ടും. പെയ്യുമ്പോഴേ ഇനി വരുന്നില്ല. പിന്നെ ഇത് വന്ന് കെട്ടിക്കിടക്കുന്നതിന്റെ പ്രധാന പ്രശ്നം ഇത് അവിടെ ആരം കുറവായതുകൊണ്ട്. ഓൾറെഡി മീനച്ചിലും മണിമലയിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ മണൽ വാരിയിട്ട് നദിയുടെ അടിത്തട്ട് പാറയാണ് തെളിഞ്ഞു കാണുന്നത് പല പ്രദേശത്തും. ഇതിന്റെ പ്രധാന പ്രശ്നം അവിടെ ആഴം കുറവായതുകൊണ്ടല്ല, താഴേക്ക് വെള്ളം വലിയാത്തതാണ്. അപ്പൊ ഈ വന്ന് ഒഴിക്കുന്ന വെള്ളം താഴേക്ക് പോകണമെങ്കിൽ താഴെ ഇതിനെ കൊണ്ടെത്തിക്കുന്ന കായലിലുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഇതിന് മണ്ണ് വാരി ആരം കൂട്ടുന്നതിന് ഞാൻ എതിരാണ്. നമ്മൾ ചെയ്യേണ്ട എന്താണ്? ആ വരുന്ന റൺ ഓഫിന്റെ സ്പീഡ് കുറയ്ക്കുക, താഴെ എത്താനുള്ള സമയം കൂട്ടുക, താഴെയുള്ള വെള്ളത്തെ സുഗമമായിട്ട് കടലിലേക്ക് അല്ലെങ്കിൽ കായലിലേക്ക് എത്താനുള്ള വഴികൾ നോക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രളയജലത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കോമൺ സെൻസ്. എനിക്ക് നദിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫ്ലഡ് മാനേജ്മെന്റിലൊന്നും എനിക്ക് മഴയെ മാത്രമേ പഠിച്ചു. എങ്ങനത്തെ പോലെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് ടച്ച് ചെയ്യാതെ ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഫ്ലഡിങ്ങിനെ മെയിൻ സ്ട്രീമിൽ ഉണ്ടാകുന്ന ഫ്ലഡിങ്ങിനെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഓവർ ദി ഇയേഴ്സ് അത് ഇപ്പം ചെയ്യേണ്ടി വരുന്നത് എന്താ? ഈ ചോക്ക് ചെയ്യുന്ന വെള്ളം പരന്നൊഴുകാൻ സ്ഥലമില്ലാതായി. അവിടെയൊക്കെ നമ്മള് നദീതടങ്ങൾ മൊത്തവും ചതുപ്പ് നിലങ്ങളും വെറ്റ്ലാൻഡ്സും എല്ലാം നമ്മൾ കയ്യേറി. പിന്നെ മിഡ്ലാൻഡ്സിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മറ്റൊരു കാരണം പാടി ലാൻഡ്സ് 8 ലക്ഷം ഹെക്ടർ ഉള്ളത് 1.9 2 ലക്ഷത്തിന് താഴെയായിട്ട് കുറഞ്ഞു. ഈ വെള്ളം കയറി കിടക്കാൻ സ്ഥലമില്ല. പിന്നാണ് സ്ട്രീമിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓവർ ദി ഇയേഴ്സ് കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ള മണലും എക്കലും ഒക്കെ ഈ വേമ്പനാട്ട് കായലിലും കുട്ടനാടും വന്ന് അടിഞ്ഞിട്ട് കായലിന്റെ വിസ്തൃതി തന്നെ 60-70% കുറഞ്ഞു. ആഴം തന്നെ 8-9 മീറ്റർ ആഴമുള്ള സാധനം ഇപ്പം 3-4 മീറ്റർ. അപ്പം ടോട്ടൽ വോളിയം അത് ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി കുറഞ്ഞു. അപ്പൊ നദികളുടെ മണ്ണ് വാരുന്നതിനെ പറ്റി ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടത്തെ ചെളിയും വെക്കലും ഒക്കെ മാലിന്യമാണ്. ഇതിവിടെ കൊണ്ടുവന്ന് മാനേജ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചെയ്തേ പറ്റൂ. ക്ലിയർ ചെയ്ത് അല്ലെ ഇതിനെ ഉദാഹരണങ്ങളൊക്കെ ഇല്ലേ ധാരാളം ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം ചെയ്യേണ്ടത് ഈ വേമ്പനാടിനും കുട്ടനാടിനും ഒക്കെ വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ശേഷി തിരിച്ചു കൊണ്ടുവരിക. പിന്നെ കുട്ടനാട്ടിലേക്കൊക്കെ ഈ ട്രിബ്യൂട്ടറീസിലൂടെ മണിമല, അച്ചൻകോവിൽ, പമ്പയിൽ നിന്ന് വരുന്ന വെള്ളത്തെ സുഗമമായിട്ട് ഒഴുകി കുട്ടനാട്ടിലെത്തി. ഇപ്പം പമ്പയും അച്ചക്കാവിലും വന്നു കഴിഞ്ഞാൽ അത് കൂടുതലും തോട്ടപ്പള്ളി വഴിയാണ്, സ്പിൽവേ വഴിയാണ് കടലിലേക്ക് പോകുന്നത്. അതിപ്പം ഷട്ടറിൽ 4 അങ്ങോട്ട്
തുറക്കാൻ പോലും പറ്റത്തുള്ളൂ. ഇത് അത് സുഖമായിട്ട് കടലിലേക്ക് പോകണം. ആ ഒരു ചാനൽ തന്നെ നമ്മൾ ആ ചാനൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സമഗ്രമായിട്ട് അത് പറഞ്ഞ ഓരോ നദീ ബേസിനും അടിസ്ഥിതമാക്കിയിട്ടുള്ള ഒരു ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിന് ഓരോ നദീ ബേസിനും നദീതടങ്ങൾക്കും അനുയോജ്യമായ തരത്തിലുള്ള മാസ്റ്റർ ആക്ഷൻ പ്ലാൻ ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നദിയിലെ മണ്ണ് നദിയിലും എക്കലും ചെളിയൊക്കെ വന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷെ മണ്ണെന്ന് പറഞ്ഞാൽ ചുമ്മാതൊന്നും ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു സാധനമല്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പാറയൊക്കെ പൊടിച്ച് 10,000 വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ വന്നത്. അപ്പൊ അത് ഓൾറെഡി നമ്മൾ മണ്ണ് മാറി. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അഭിപ്രായപ്പെടുമ്പോഴും നമ്മളിതിനെ ശാസ്ത്രീയമായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിലെല്ലാം ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഈ ചെളിയും മണ്ണും ഒക്കെ വാരിക്കളയാതെ മണൽ വരുന്നതിനെക്കാട്ടി മാത്രം നമ്മൾ സംസാരിക്കുന്നത്. അവിടെയാണ് ഒരു ഡേഞ്ചർ. അപ്പൊ ഇതിനെ ഇങ്ങനെ ഒരു സമഗ്രമായ സൊല്യൂഷനേ ഉള്ളൂ. കുഞ്ഞു പരിപാടികൾ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ നദികളെയും നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത. ഇപ്പം ചാലക്കുടി പുഴയിൽ ഇതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം എന്താ, ചാലക്കുടി പുഴയിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുണ്ട്. അതും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും തമിഴ്നാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ. രവിചേട്ടനും ഒക്കെ എപ്പോഴും ഒരു മഴ പെയ്തു കഴിഞ്ഞാല് ഭയങ്കര ആദ്യമാണ്. അത് ഇതുകൊണ്ടാണ്. അപ്പൊ ആ ബേസിന് വേറൊരു ആക്ഷൻ പ്ലാനാണ് വേണ്ടത്. ഇത്രയും എല്ലാരും പറഞ്ഞു ഇപ്പോഴും പറയുന്നുണ്ട് മണിമലയിലോ അല്ലെ ഇവിടെയൊക്കെ ഡാം ഉണ്ടായിരുന്നു. ഇത് കുറെ ചാലക്കുടി പുഴയിൽ ഏറ്റവും കൂടുതൽ ഡാം ഉണ്ടായിട്ടും താഴെ ഡൗൺ സ്ട്രീമിൽ ഫ്ലഡ് കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഡാം എന്ന് പറയുന്നത് മണൽ വാരുന്നതൊന്നും പറയുന്നതൊന്നുമല്ല. ഈ നമ്മുടെ ഈ അതിതീവ്ര മഴയെ അക്കോമഡേറ്റ് ചെയ്യാൻ അല്ല പറഞ്ഞ പോലെ ഇടുക്കിയെ പോലുള്ള വലിയ ഡാമൊക്കെ പണിയേണ്ടി വരും. അത്രയൊന്നും നമുക്ക് പണിയാനും പറ്റത്തില്ല. അപ്പൊ ഇതിന് സമഗ്രമായിട്ടുള്ള ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് നമുക്ക് ആവശ്യം. അപ്പം ഈ കേരളത്തെ മുഴുവൻ ഒരു നദീതടമായിട്ട് കണ്ടുകൊണ്ട് ആദ്യം കൊണ്ടുവരേണ്ടത് ഈ റിവർ ബേസിൻ മാനേജ്മെന്റ് അതോറിറ്റി കൊണ്ടുവന്നിട്ട് ഓരോ നദീതടങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള, പിന്നെ ലോക്കൽ ലെവലിലേക്ക് മൈക്രോ വാട്ടർഷെഡ് ലെവലിലുള്ള പ്ലാനിങ് കൊണ്ടുവരിക. അത്തരത്തിൽ മാറിയാൽ മാത്രമേ നമുക്ക് കാലാവസ്ഥയോട് ഒരു അനുരൂപീകരണം അല്ലെങ്കിൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ കാലാവസ്ഥയോടുള്ള റെസിലിയൻസ് ബിൽഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേവലം ദുരന്തത്തോട് മാത്രമുള്ള പ്രതികരണമല്ല, കാലാവസ്ഥയോടെ വഴി ഉണ്ടാകുന്ന എല്ലാ മാറ്റത്തോടും നമുക്ക് പ്രതികരിക്കാൻ പറ്റും. നമ്മൾ കാണാതെ പോകുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കാലാവസ്ഥ കാരണം ഉണ്ടാകുന്നത്, ചൂട് കൂടുന്നത്, മഴ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, മഴ കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഡ്രൗട്ട് വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, പിന്നീട് ഹെൽത്ത് സെക്ടറിലെ പ്രശ്നങ്ങൾ നമ്മൾ വരുന്നത്. അവിടെയാണ് ഇപ്പം മുമ്പേ ചോദിച്ചത്, അർബൻ ഏരിയയിൽ വരുമ്പോഴത്തേന് ഇത് കംപ്ലീറ്റ്ലി മാറി. നമ്മുടെ അർബൻ ഏരിയയിലൊക്കെ വലുതായിട്ടുള്ള ഇപ്പം ഒരു ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 300 മില്ലിമീറ്റർ മഴ വാഗമണ്ഡൽ ഏരിയയിൽ കിട്ടിയത് നമ്മുടെ കൊച്ചിയിൽ പെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? അയ്യോ എന്ന് പറയുന്നത് ഇതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, നമ്മുടെ കനാൽ സിസ്റ്റം എല്ലാം പ്രശ്നമാണ്. ഇതൊന്നും നമ്മുടെ ഈ മഴയെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല. ഇങ്ങനൊരു മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറയും ഓറഞ്ച് അലേർട്ട് ഇല്ലായിരുന്നു, മഴയെ കുറ്റം പറയും. മഴ വരാനുള്ള ഇത് വരുമെന്ന് ഞങ്ങൾ സ്റ്റഡി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചീത്തവിളിയെ കിട്ടി. 2019 കവലപ്പാറയിൽ ആ സ്റ്റഡി ചെയ്തപ്പോഴാണ് മേഘങ്ങളുടെ കട്ടി കൂടുന്നു, ഘടന മാറുന്നു എന്നൊക്കെ പറഞ്ഞത്. അതിനെ നമ്മൾ പ്രൂവ് ചെയ്തു. എന്നിട്ട് പോലും 2024 ഒരു ഇവന്റ് നമ്മുടെ കളമശ്ശേരി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ അത് കിട്ടി. അങ്ങനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്തത്. കേരളത്തിലും മേഘവിസ്ഫോടനമാണ്. അപ്പൊ കേരളത്തിൽ മേഘവിസ്ഫോടനമാണെന്ന് തെളിഞ്ഞല്ലോ. അതും നടക്കുന്നത് 1 മണിക്കൂർ കൊണ്ടൊക്കെ മഴ നിൽക്കുന്നുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ ഈ മഴ നിന്ന് പെയ്താൽ 10 സെന്റിമീറ്റർ മഴ പെയ്യുന്നിടത്ത് 30 സെന്റിമീറ്റർ മഴയായിട്ട് മാറും. 300 മില്ലിമീറ്റർ. അതൊരിക്കലും താങ്ങാനുള്ള ശേഷി നമ്മുടെ അർബൻ സിറ്റീസിന് ഇല്ല. ഓൾറെഡി തന്നെ ഡ്രെയിനേജ് സിസ്റ്റം, കനാൽ സിസ്റ്റം എല്ലാം ബ്ലോക്ക് ആണ്. അപ്പൊ പലയിടത്തും ഈ സ്പോഞ്ച് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്പോഞ്ച് സിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ഉണ്ടാക്കണ്ട. പക്ഷെ ഇത്തരം ഇത് വരുമ്പം ഈ ചില റോഡുകളൊക്കെ പല പ്രദേശം കണ്ടിട്ടുണ്ട്, റോഡുകളൊക്കെ തോടുകളായിട്ട് മാറും. ആ സമയത്ത് അവിടെ ട്രാഫിക് ഒന്നുമില്ല. അത് യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഏതെങ്കിലും പ്രദേശത്തുള്ള സ്ലോപ്പ് അനുസരിച്ച് വെള്ളം ഒഴുകി പോകാൻ പറ്റത്തില്ലെങ്കിൽ ഒരു ഡൈവേർട്ടിംഗ് ചാനലാണ് അത്. യഥാർത്ഥത്തിൽ തോടാണ്. പക്ഷെ മഴ വരുമ്പം മാത്രം, മഴയില്ലാത്തപ്പോൾ അത് റോഡായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ പലയിടത്തും ഉണ്ട്. അത് കൊണ്ടുവന്ന് കയറ്റി കിടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ റെക്രേഷൻ ആയിട്ടുള്ള സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ വലിയ വെറ്റ്ലാൻഡ്സിലും ഒക്കെ അത് മഴയില്ലാത്ത സമയത്ത് നമുക്കത് സ്പോർട്സ് ആക്ടിവിറ്റീസിലും അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും പ്രാവർത്തികമാകത്തില്ല. ഓരോ പ്രദേശത്തിനും അനുയോജ്യമാകുന്ന രീതിയിൽ വെള്ളം കയറി കിടക്കാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. ഇനി വെറ്റ്ലാൻഡ്സ് നമുക്ക് കുറച്ചുണ്ട്. നമ്മളെല്ലാരും പറഞ്ഞു ഉള്ളത് പോയി.
ബാക്കിയുള്ളതിലും ഈ റീറ്റെയിൻ ചെയ്യാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നുള്ളതാണ്. ലാൻഡ് യൂസ് പോളിസി രണ്ട് സാധ്യതകളാണ് ഈ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട്. ദുരന്ത നിവാരണത്തിന്റെ അണ്ടറിൽ തന്നെ ഇത് കൊണ്ടാലും കുഴപ്പമില്ല. ഇനി ഈവൻ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി പറയുന്നത്, അവിടെയാണ് ഇൻഡിവിജ്വലിന്റെ കാര്യം പറയുന്നത്. നമ്മൾ വീട്ടിൽ വെള്ളം കയറുമ്പോഴും നദിയിൽ വെള്ളം കയറുമ്പോഴും പോയി ഈ നോക്കിയാൽ മതി, നമ്മൾ ഇടുന്ന പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും വന്നടിച്ച. അർബൻ ഫ്ലഡിന്റെ പ്രധാന പ്രശ്നം ഡ്രെയിനേജ് ചോക്കിംഗ് ആണ്. ചോക്കിംഗ് ഉണ്ടാകുന്നത് കൂടുതലും നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ വന്നിട്ട്. എത്രത്തോളം കണക്റ്റഡ് ആണല്ലേ. അപ്പം മാലിന്യ സംസ്കരണം നമ്മൾ അറിയാമല്ലോ, ഹരിതകർമ്മസേനയുണ്ട്, ഈ കുടുംബശ്രീ ഉണ്ട്. എറണാകുളം ജില്ലയിലും ഈ കണ്ണൂർ ഇപ്പൊ അടുത്ത സമയത്ത് ഞാനൊരു മീറ്റിംഗ് പങ്കെടുത്തത്. കണ്ണൂർ ജില്ല, അതാണ് DDMA-യുടെ ഒരു കഴിവെന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ ആ ഒരു കളക്ടറിന്റെ നേതൃത്വത്തിൽ അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയും ചൂടിനെയും മുൻനിർത്തി അവർ വരൾച്ചാ മുന്നൊരുക്കം കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് കൂടി അവർ റിപ്പോർട്ടാക്കി എന്നുള്ളതാണ്. ഇത് സ്റ്റേറ്റിൽ നിന്നൊന്നും കേട്ടിപ്പിച്ചില്ല. അപ്പം ഊളയും ബുദ്ധിയുള്ള കളക്ടർമാർ വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ സംഭവം മാറും. DDMA-യിലുള്ള ഈ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട് DDMA-ക്ക് മാത്രമായിട്ട്. ഇവർക്കൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ഇവരെ ചെയ്യാൻ അനുവദിക്കുന്നില്ല. പിന്നെ ഇപ്പം എറണാകുളത്തായാലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഹരിത കേരള മിഷന്റെയും ഒക്കെ പാർട്ടായിട്ട് എറണാകുളത്ത് ഇപ്പം തുരുത്തിക്കര, ഇന്നലെ ഞാൻ ആമ്പല്ലൂർ പഞ്ചായത്തിൽ ഒരു വർഷമായിട്ട് അവർ മഴ അളക്കുകയാണ്. ആ പഞ്ചായത്ത് 12 പ്രദേശത്തെ ആൾക്കാർ ചേർന്ന്. എന്നിട്ട് അതിന്റെ ഒരു പാറ്റേൺ അത് തന്നെ എനിക്ക് പുതിയ അറിവായിരുന്നു. അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതർവൈസ് ആ ഒരു അറിവ് നമുക്ക് കിട്ടില്ല. അപ്പം എറണാകുളം ജില്ലാ കളക്ടർ ശ്രീമതി പ്രിയങ്ക IAS അവരും ഇതിന്റെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല കുറെ കളക്ടർമാരും നല്ല ഒരു സിസ്റ്റവും, നമുക്ക് സിസ്റ്റത്തിന്റെയും നല്ല ആൾക്കാരുടെയും കുറവല്ല. ഇവരെ ചെയ്യാൻ, ഇവരെ ഏകോപിപ്പിക്കാനും ഇവരുടെ കൈ കെട്ടിയിടുന്ന പരിപാടി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ല നല്ല ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ജനങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റമാണ് നമ്മൾ. അല്ല, മാലിന്യ സംസ്കരണം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുന്നത്. അവിടെയാണ് ഇൻഡിവിജ്വലിന്റെ പ്രശ്നം. നമ്മൾ ഇടുന്ന പ്ലാസ്റ്റിക് ആണ് നമ്മുടെ വീട്ടുമുറ്റത്ത് വെള്ളം പൊങ്ങാനുള്ള കാരണമെന്ന് നമ്മളും മനസ്സിലാക്കണം. അവിടെയാണ്. അപ്പം ഇതിന് സമഗ്രമായിട്ട് കമ്മ്യൂണിറ്റി, ഇൻഡിവിജ്വലി നിന്ന് തുടങ്ങി കമ്മ്യൂണിറ്റി, സമൂഹം, മറ്റേ ഈ ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റ് ലെവൽ, അങ്ങനെ ഒരു സ്കെയിലിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഒന്നായിട്ട്. അതെ, ഇത് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ലോക്കലിയാണ്. ഡിസാസ്റ്റർ ഉണ്ടാകുന്ന നോക്കാം പ്രാദേശികമായിട്ട്. അപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇതിന് എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതോടുകൂടി നമ്മുടെ ഫയർ ആൻഡ് റിസ്ക് അത് എടുത്ത് ചെയ്യാൻ പറയുകയാണ്. ഫയർ ആൻഡ് റിസ്ക്യൂ ഓപ്പറേഷണൽ ആക്ടിവിറ്റിയിൽ അതുകൊണ്ടല്ലേ നമ്മൾ ഈ ദുരിതാശ്വാസത്തിന് പോയ ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടത്. ഇവർക്ക് ഒരു പ്രോട്ടോകോളോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ. മനസ്സിലായി, മോക്ക് ഡ്രില്ല് നടത്തി ഒരു വർഷം മുമ്പ് നദിയിൽ ഒരാൾ മരിച്ചില്ലേ. ഇതൊക്കെ നമുക്ക് കേട്ടുകഴിവുകളും ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കാഷ്വൽ അറ്റംപ്റ്റ് ആണ്, കാഷ്വലായി പേരിന് വേണ്ടി നടത്തുന്നത്. ഇതല്ല വേണ്ടത്.